ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. മുന്നിലിരിക്കുന്ന സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരുപാട് നേരമൊന്നും ഇപ്പോൾ ശ്രവിച്ചിരിക്കാൻ ആർക്കും കാലത്ത് തുടങ്ങണതല്ലേ 6 മണിക്ക്. പറയുന്ന വിഷയമാണെങ്കിലും വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ. ലളിതാ സഹസ്രനാമത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ വിസ്തരിച്ച് കേട്ടു. ദേവിയുടെ അനന്തമായിട്ടുള്ള നാമങ്ങൾ എത്ര നേരം പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. വീണ്ടും അത് തന്നെയാണ്. ദേവി മഹാത്മ്യത്തിനെ കുറിച്ചിട്ടാണ് അല്പനേരം നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നു കൊണ്ട് ഒന്ന് ചിന്തിക്കാം. ഒരു സ്തുതി മാത്രമേ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 13 അധ്യായങ്ങളും മുഴുവൻ നമുക്ക് പറയാൻ സാധിക്കില്ല. ദേവി മഹാത്മ്യത്തിൻ്റെ പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ, ദേവി മഹാത്മ്യം, ദേവി ഭാഗവതം, ഇതിലൊക്കെ അധികവും പറഞ്ഞിരിക്കുന്നത് തന്നെ അനവധി ആസുരികമായിട്ടുള്ള ശക്തികളെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് എന്നാണ് നമുക്ക് സൂചിപ്പിച്ച് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണലീലകൾ കേൾക്കുന്നത് പോലെയുള്ളൊരു ആനന്ദം നമുക്ക് കിട്ടിയെന്ന് വരില്ല ദേവി ഭാഗവതം കേൾക്കുമ്പോൾ. ദേവി ഭാഗവതമാവട്ടെ, ദേവി മഹാത്മ്യമാവട്ടെ, മറിച്ച് അങ്ങനെയല്ല. ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടു, ശിവശക്തിയായ യുക്തമെന്ന് പറഞ്ഞിട്ട് സമർപ്പിച്ചത് തന്നെ ഗുരുവായൂരപ്പനിലേക്കാണ്. എങ്ങനെയാണ് ഗുരുവായൂരപ്പനിലേക്ക് എത്തുക എന്നുള്ളതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു. ഇവിടെ ദേവി മഹാത്മ്യത്തിലെ ശ്ലോകരൂപമായിട്ട് ഉള്ള ആ മന്ത്രം, ഇതിലെ കഥ തന്നെ ശരിക്ക് വാമന പുരാണം, ദേവി ഭാഗവതം, അതേപോലെ മാർക്കണ്ഡേയ പുരാണം, ലക്ഷ്മി തന്ത്രം, അങ്ങനെ പല വിധത്തിലും വർണ്ണിച്ചിട്ടുണ്ട്. എന്നാൽ മാർക്കണ്ഡേയ പുരാണത്തിലെ 74-ാം അധ്യായം മുതൽ 86-ാമത്തെ അധ്യായം വരെ പറഞ്ഞിട്ടുള്ള മാർക്കണ്ഡേയ ഉവാച എന്ന് പറയുന്ന 13 അധ്യായങ്ങളെയാണ് വാരാഹി തന്ത്രം, കാർത്യായനി തന്ത്രം, മരീചി തന്ത്രം, ഹരഗൗരി തന്ത്രം, ഇങ്ങനെയുള്ള ആ പുരുഷാർത്ഥപ്രദമായിട്ടുള്ള ആ 13 അധ്യായങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ അതിലൊരു ധ്യാനം പറയുന്നുണ്ട്. ദേവി മഹാത്മ്യത്തിൽ ഏകാദശത്തിൽ 11-ാമത്തെ അധ്യായം, അതിൽ നാരായണീ സ്തുതി. എന്നാൽ എല്ലാ ദേവി മഹാത്മ്യത്തിലും അത് കാണാൻ സാധിക്കുന്നില്ല. ചില ഗ്രന്ഥങ്ങളിൽ മാത്രമേ അത് കാണുള്ളൂ. ആ ശ്ലോകം ഇതാണ്: ഓം ബാലരവിദ്യുതിമിന്ദു കിരീടാം തുംഗക്കുജാം നയനത്രയുക്താം സ്മേരമുഖീം വരദാം അങ്കുശപാശാം ഭീതികരാം പ്രഭജേ ഭുവനേശിം എന്ന് പറയുന്നതായിട്ടുള്ള അമ്മയുടെ രൂപത്തിനെ ഒന്ന് ധ്യാനിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ധ്യാനം കൊടുക്കുന്നത്? ഏത് ദേവനെ പൂജിക്കുകയാണെങ്കിലും ആ ദേവനൊരു മൂലമന്ത്രം ഉണ്ടാവും, ഒരു ധ്യാനമുണ്ടാവും. ആ ധ്യാന ശ്ലോകത്തോട് കൂടിയിട്ടാണ് ആ ദേവനെ പൂജിക്കുക. ആ ദേവൻ്റെ അംശമായി മാറിക്കൊണ്ടാണ് നമ്മൾ ദേവനെ പൂജിക്കേണ്ടത്. വെറുതെ ഇരുന്ന് ഇന്നിപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല അല്ലേ? ആരുടെങ്കിലുമൊക്കെ മുഖത്തൊക്കെ നോക്കിയിട്ടൊക്കെ ആവും ചിലപ്പോൾ പുഷ്പങ്ങളൊക്കെ ഇടുക. അതൊന്നും പാടില്ല. ദേവനെ പൂജിക്കുന്നതിനൊരു ക്രമമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ 13-ാമത്തെ അധ്യായത്തിൽ ഈ ശ്ലോകം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അധ്യാനം
ഏത് ദേവനെ പൂജിക്കുമ്പോഴും മൂലമന്ത്രവും ധ്യാനവും ആ ദേവനായി മാറിക്കൊണ്ട്, ദേവൻ്റെ അംശമായി മാറിക്കൊണ്ടാണ് ആ ദേവനെ പൂജിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പറയണു, മഹാസുരന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ആ ശുംഭാസുരനെ ദേവി യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. അനവധി യുദ്ധങ്ങളാണ് ശുംഭനിശുംഭ വധം, ചണ്ടമുണ്ടന്മാർ, ഇങ്ങനെയൊക്കെ വധം എന്ന് പറയും. പക്ഷെ വധിക്കുകയല്ല. കാരണം എന്താ? അവരൊക്കെ അനുഗ്രഹിക്കുക ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവരൊക്കെ അസുരന്മാരാണോ? ആരാ അസുരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള പ്രവൃത്തികളെ തന്നെയാണ് ആസുരികതയും ദൈവികതയും പറയുന്നത്. അസുരനും ദേവനും ഒക്കെ ആയി മാറുന്നത് നമ്മൾ തന്നെയാണ്. ഒരാളുടെ പ്രവൃത്തി കണ്ടാൽ അറിയാം നമുക്ക് അവരസുരനാണോ ദേവനാണോ എന്നുള്ളത്. വർത്തമാനം കേട്ടാലറിയാം. അങ്ങനെ ദൈവീക തലത്തിലേക്ക് ഉയർത്തുന്നതാണ് ദേവീ മഹാത്മ്യം. അതിന് അമ്മയെ പ്രാപിക്കുക വേണം എന്ന് പറയണം. അങ്ങനെ ഇന്ദ്രൻ മുതലായുള്ള ഇന്ദ്രൻ, അഗ്നി മുതലായിട്ടുള്ള ദേവന്മാർ ആഗ്രഹം ആ ശുംഭാസുരനെ വധിച്ചതുകൊണ്ട്, അവരുടെ ആഗ്രഹം സാധിപ്പിച്ചതുകൊണ്ട് അവരിതാ ആ അമ്മയെ, ചണ്ഡികാദേവിയായിട്ടുള്ള ആ കാർത്യായനി ദേവിയെ അവർ സ്തുതിച്ചു. സ്തുതിച്ചത് തന്നെ എന്താ? ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാസുര വന്യപുരോഗമാസ്താം കാർത്യായനീം തുഷ്ടു ഉരിഷ്ടലാഭാൽ വികാശിവക്രാസ്യോ വികാശിദാശാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതിച്ചത്. കാരണം എന്താ? ചണ്ഡികയായിട്ടുള്ള ആ കാർത്യായനി ദേവി യുദ്ധത്തിൽ അസുരശ്രേഷ്ഠനായിട്ടുള്ള ആ ശുംഭാസുരനെ നിഗ്രഹിച്ചതോടൊപ്പം തന്നെ ഇന്ദ്രൻ മുതലായിട്ടുള്ള ആ അഗ്നിയായിട്ടുള്ള ദേവന്മാരെല്ലാവരും കൂടി ഇതാ അമ്മയുടെ ആ മുഖത്ത് നോക്കിക്കൊണ്ട് പ്രസന്നമായിട്ടുള്ള അമ്മയുടെ ആ രൂപത്തിനെയാണ് വർണ്ണിച്ചത്. ശുംഭമർദ്ദിനിയായിരിക്കുന്ന ആ കാർത്യായനി ദേവി, ആ ചണ്ഡികാദേവി, അമ്മയെ ഞാനിതാ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം എന്താ? അമ്മ എങ്ങനെയാണ്? സർവകാമവരപ്രദം, ഇഷ്ടങ്ങളെ സാധിപ്പിക്കാൻ തരുന്നതാണ് അമ്മ. ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയാണ് അവതരിച്ചത്. അതുകൊണ്ട് കാണാം നമുക്ക് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോപിരലങ്കൃതം. അമ്മേ വേഗം പൊക്കോളൂ. എവിടേക്കാണ് പോകേണ്ടത്? ആ യശോദയുടെ ഉദരത്തിൽ പോയിട്ട് അമ്മ പോയിട്ട് അവതരിക്കൂ. അമ്മ അവതരിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലിതാ ചണ്ഡികയായിട്ടും കാർത്യായനിയായിട്ടും ശാരദയായിട്ടും ദുർഗയായിട്ടും ഭദ്രകാളിയായിട്ടും അനവധി സ്ഥലങ്ങളിലിതാ അമ്മ ഇരിക്കൂ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കലികാലത്ത് ജനങ്ങൾ അമ്മയെ ആശ്രയിച്ചു വരും. സർവകാമവരപ്രദം, എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കാൻ അമ്മയെ ആശ്രയിച്ചാൽ മതി. അമ്മ എങ്ങനെയാണ്? ആ ബ്രഹ്മാവിന് ബ്രാഹ്മണിയായിട്ടും വിഷ്ണുവിന് വൈഷ്ണവിയായിട്ടും ശിവന് പാർവതിയായിട്ടും ഇതാ അമ്മ തന്നെയാണ്. ശിവശക്തിയായുക്തോ യതി ഭവത ശക്തപ്രഭവന്തു പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപീം. ഭഗവാൻ ആ അമ്മയുടെ ശക്തിയില്ലെങ്കിൽ ഇതാ ഒരു തരി പോലും ഇതാ സ്പന്ദിക്കാൻ കഴിയില്ല. ആർക്ക്? മഹാദേവന്. ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ ആരാ? മംഗളസ്വരൂപമാണ്. എങ്കിലും ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും, അത് സ്പന്ദിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ശക്തിയോട് കൂടി ചേർന്ന് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർമാദികൾ നടത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിന് ബ്രാഹ്മണിയായിട്ടും വിഷ്ണുവിന് വൈഷ്ണവിയായിട്ടും ശക്തി കൊടുക്കുന്നത് ആരാണ്? അത് ഭഗവാൻ തന്നെ, അമ്മ തന്നെയാണ് എന്ന് പറയണം. അതേപോലെ തന്നെ അമ്മയെ വന്ദിക്കുന്നതിനും അമ്മയെ കീർത്തനം ചെയ്യുന്നതിനും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കണം. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അൾഷിമേഴ്സൊക്കെ വരാതിരിക്കണം എന്നുണ്ടെങ്കിലേ അമ്മയെ പ്രാർത്ഥിക്കണം. ബുദ്ധിയുടെ രൂപത്തിൽ ചിലപ്പോൾ ബുദ്ധി മറിഞ്ഞു എന്ന് വരാം.
ആ ബുദ്ധി മറയാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത, സ്മൃതിരൂപേണ സംസ്ഥിത, ലക്ഷ്മീരൂപേണ സംസ്ഥിത, കാന്തിരൂപേണ സംസ്ഥിത, ശക്തിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. അമ്മേ, ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ, അമ്മയുടെ പാദങ്ങളിൽ നിന്ന് ശക്തി തരണേ. ഏതേത് പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിലും അമ്മേ അതിന് ശക്തി തരണേ. അതുകൊണ്ടാണ് സൗന്ദര്യലഹരിയിൽ ആദ്യം തന്നെ പറഞ്ഞത് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമഭി. അല്ലേ, സ്പന്ദിക്കാൻ പോലും സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അമ്മയുടെ ആ കാരുണ്യമില്ലെങ്കിൽ എനിക്കിതാ സ്പന്ദിക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ, അഗ്നി മുതലായിട്ടുള്ള ദേവന്മാരൊക്കെ അമ്മയെ സ്തുതിച്ചപ്പോൾ, ആ ശുംഭാസുരനെ വധിച്ചപ്പോൾ പറഞ്ഞു, ദേവി പ്രപന്നാർത്തിഹരേ പ്രസീദ, പ്രസീദമാതൻ ജഗദോഖിലസ്യാം, പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം ത്വം ഈശ്വരീ ദേവി ചരാചരസ്യാം. ദേവി മഹാത്മ്യം പറയണു, അനന്യമായിട്ടുള്ള ശരണമായിട്ട് അന്യഥാ ശരണം നാസ്തി, ത്വമേവ ശരണം മമ, തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജഗദംബികേ. അമ്മേ, അനന്യമായിട്ട് ശരണം പ്രാപിക്കുന്ന ഭക്തന്മാരുടെ ആ പീഡയെ നശിപ്പിക്കുന്ന ദേവി, അവിടുന്ന് ഒന്നും പ്രസാദിച്ചാലും ദേവി പ്രപന്നാർത്തിഹരേ ദേവി പ്രസീതമാതർ ജഗതോഖിലസ്യ, ഈ അഖിലത്തിന് മുഴുവൻ, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട ജനനി, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ശക്തി തരുന്നതായിട്ടുള്ള ദേവി അമ്മ പ്രസന്നയായിട്ട് ഭവിച്ചാലും അവിടുന്ന് ഈ വിശ്വത്തിന് മുഴുവൻ ശക്തി കൊടുക്കുന്നത് ആരറിയോ? എല്ലാം രക്ഷിച്ചും. അല്ലയോ ദേവി, ജംഗമമായിട്ടുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളെ മുഴുവൻ നിലനിർത്തുന്നതും അതേപോലെ രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും ഇല്ലാതെയാകുന്നതും എല്ലാം ആരാണ്? അത് അമ്മയാണ് അല്ലേ? കഴിഞ്ഞ കർക്കിടകത്തിൽ നമ്മൾ കണ്ടു അല്ലേ, നല്ലൊരു പ്രകൃതിക്ഷോഭം. നമ്മൾ പറയുക പ്രകൃതിക്ഷോഭം. അതിനാണ് പേര് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ഇങ്ങനെ 3 തരത്തിലുള്ള താപങ്ങളുണ്ട് നമ്മൾക്ക് അല്ലേ. അത് ഭൗതികമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള ദുഃഖങ്ങൾ അല്ലേ. അതിനു മുമ്പേ, കുറച്ച് കാലം മുമ്പേ നമ്മൾ വായും മൂക്കൊക്കെ മൂടി കെട്ടിയിരുന്നു അല്ലേ. പ്രപഞ്ചത്തിൽ വരുന്നതായിട്ടുള്ള ദുഃഖങ്ങൾ 18 വെള്ളപ്പൊക്കത്തിൻ്റെ രൂപത്തിൽ വന്നു അല്ലേ. അപ്പം അമ്മയാണ് ഇതിനൊക്കെ നിലനിർത്തുന്നത്. ആരാണ് നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും സംഹരിക്കുന്നതും? ഒരു നിമിഷം വേണ്ടു എന്നാണ് പറയുക അല്ലേ. എല്ലാം ഇല്ലാതെയാക്കുന്നതും അമ്മ തന്നെയാണ്. അതുകൊണ്ട് വിഷ്ണുമായ രൂപിണിയായിട്ടുള്ള ആ അമ്മതാ ജഗത്തിനേതാ അമ്മ സന്തോഷിച്ചിരിക്കണം. പ്രസീത ആധാരഭൂത ജഗതസ്ത്വമേക മഹീസ്വരൂപേണ യദസ്ഥിതാസി അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതൻ ആപ്യായതേ കൃഷ്ണമലംഘ്യവീരേ. പറയണു ആധാരഭൂത, ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ളതാരാ? അമ്മ തന്നെയാണ്. അമ്മ ഏത് രൂപത്തിലാണ് നമ്മൾ കാണാറുണ്ട് ഭാഗവതത്തിലൊക്കെ അല്ലേ. അമ്മ ഒരു ഗോരൂപം എടുത്തു എന്ന് പറയും അല്ലേ. അത് തന്നെ ഇവിടെയും പറഞ്ഞു ആധാരഭൂത. അമ്മ ഒരു ഭൂമിയുടെ രൂപം എടുത്തോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള ആധാരമായിട്ട് ഭവിച്ചിരിക്കുന്നതായിട്ടുള്ള അമ്മയ്ക്ക് കഴിയാത്തതായിട്ടുള്ളത് എന്താ ഉള്ളത് ഈ പ്രപഞ്ചത്തിൽ? ആ പരാക്രമത്തോട് കൂടിയിട്ടുള്ള ദേവി അവിടെ ജലസ്വരൂപയായിട്ടിരിക്കുന്നത് കൊണ്ട് അമ്മ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന് ആധാരം. അതുകൊണ്ട് വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തു വേണം? പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം എഴുന്നേൽക്കാൻ അല്ലേ. എന്നതൊക്കെ മറന്നുപോയി. അപ്പോൾ പറഞ്ഞു, അമ്മ യാതൊരു കാരണം കൊണ്ടാണോ ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത്, യാതൊരു ദോഷങ്ങളും ഇല്ലാതെ കണ്ട് വേണ്ട സ്ഥാനത്ത് ഈ ജഗത്തിന് ആധാരമായിട്ട് ഭവിച്ചിരിക്കുന്നത് അത് അമ്മ തന്നെയാണ്. ഭൂമി രൂപിണി അമ്മ തന്നെയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ ആരാ? അമ്മ തന്നെയാണ്. അമ്മേ ആധാരഭൂത ജഗതസ്ത്വമേക. അതുകൊണ്ട് അമ്മയെ നിന്ദിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് 24 ഗുരുക്കന്മാരിൽ ഭാഗവതം പറയും ആദ്യത്തെ ഗുരു ആരാണ്? ഭൂമിയാണ് എന്ന് പറയും.
കാരണം എന്താ, ഭൂമിയെപ്പോലെ ക്ഷമയുണ്ടാവണം അല്ലേ. ഇന്ന് ക്ഷമയില്ലാത്തത് നമുക്കാണ് അല്ലേ. കാരണം ഇന്ന് തൊട്ട് തലയിൽ വയ്ക്കുന്നില്ല. പഴയ കാലത്ത് അങ്ങനെയല്ല. ഏതേത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും മംഗളസ്വരൂപമായിട്ടുള്ള വാക്കുകളിൽ കൂടെ മാത്രമേ നാവിൽ നിന്ന് വരുള്ളൂ. ശിവശിവ ഉണ്ണി എന്താ ഈ ചെയ്യണ എന്നാ ചോദിക്കുക. എന്നാൽ ശിവശിവ നല്ല മഴ, ശിവശിവ നല്ല വെയിൽ. ഇന്നിപ്പോൾ പറയുന്നൊന്നും മൈക്കിൽ കൂടെ പറയാൻ പറ്റില്ല, അത്ര നല്ല വാക്കുകളാണെന്ന് അല്ലേ. അത് എന്തുകൊണ്ടാണ്? നമുക്ക് ക്ഷമയില്ല. കഴിക്കുന്ന ആഹാരവും എങ്ങനെയാണ്? അതുപോലെയാണ്. മനസ്സിനെയും ബുദ്ധിയെയും ഭ്രമിപ്പിക്കുന്ന തരത്തിലുള്ള ആഹാരമാണ് ഇപ്പോൾ കഴിക്കുന്നതും. അതേ വേണ്ടൂ അല്ലേ. ചോറോ കൂട്ടാനില്ലെങ്കിൽ പലഹാരങ്ങൾ, ഇഡ്ഡലി ദോശ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട അല്ലേ. 20 മിനിറ്റ്സ് അത് മാത്രം മതി അല്ലേ. ആ ഞഞ്ഞൂള് പോലത്തെ സാധനങ്ങൾ കഴിച്ചാൽ കേമായി. അപ്പോൾ എന്തായി? ബുദ്ധിയെയും മനസ്സിനെയും ഭ്രമിപ്പിക്കുക. തലയിൽ എണ്ണ തേക്കുന്നുണ്ടോ? അതില്ല. അപ്പോൾ അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അഷ്ടാംഗ ഹൃദയത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും അല്ലേ. ദിനചര്യകൾ തന്നെ മാറി. കാരണം നമ്മളെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ രോഗങ്ങൾ വരുന്നതും. അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവങ്ങളും. അതുതന്നെയാണ് അസുരനും ദേവനൊക്കെ അല്ലേ. സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അസുരനാണോ ദേവനാണോ എന്നുള്ളത്. ഇവിടെ പറയണു, അമ്മേ, അമ്മ ഭൂമി സ്വരൂപേണ ആധാരഭൂതാ ജഗതസ്തമേക. ജലസ്വരൂപിയായിക്കൊണ്ട് അമ്മദാ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് മാത്രല്ല, ത്വം വൈഷ്ണവി ശക്തി അനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസിമായ സമ്മോഹിതം ദേവി സമസ്തമേതൽ ത്വം വൈ പ്രസന്നാ ഭുവി മുക്തിഹേതുവും. അമ്മേ, അവസാനമില്ലാത്തതായിട്ടുള്ള ആ ബലത്തോട് കൂടിയിട്ടുള്ള, വീര്യത്തോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള അമ്മേ, അമ്മ അതികാരണമായിട്ടിരിക്കുന്ന ആ അവിദ്യാശക്തിയായിട്ടും അമ്മ ഭവിക്കണം അല്ലേ. മായയാണ് അമ്മ. അമ്മ ഏത് തരത്തിലാണ്? മായാസ്വരൂപിണിയാണ്. അതുകൊണ്ടാണ് കംസന് ആദ്യം ദർശനം കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് കംസന് ദർശനം കൊടുത്തത്? മായ മാറണം. മായ മാറിയാൽ മാത്രമേ ഭഗവാങ്കലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കംസന് ദർശനം കൊടുത്തു. ചോദിച്ചു, ആരാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയണമെന്ന്, എൻ്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട് ഭൂമിയിൽ. ഹേ ദുരാചാര നൃശംസഹംസാം തവാന്തകൻ ഭൂമിതലേ ജനിച്ചു സർവത്ര തിരഞ്ഞുകൊള്ളുക. കാണിച്ചു കൊടുത്തു അത്രേ. കാരണം എന്താ? ആയുധ അഷ്ടമഹാഭുജ, 8 കൈകളിലെ വിവിധങ്ങളായിട്ടുള്ള ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ആ കംസൻ്റെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ ഇത്ര കാലമായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല അല്ലേ. ആ പരാശക്തിയെ കാണാൻ സാധിച്ചിട്ടില്ല. പറയണു, അമ്മയുടെ രൂപത്തിനെയും അമ്മയുടെ ഭാവത്തിനെയും കുറിച്ച് ദേവി മഹാത്മ്യമാണെങ്കിലും ലളിതാ സഹസ്രനാമാണെങ്കിലും എല്ലാം വ്യാഖ്യാനിക്കണു ദേവി ഭാഗവതം. ഇവിടെ പറഞ്ഞു, അല്ലയോ ദേവി, അവിദ്യാശക്തിയായിട്ട് വരുന്നതാരാ? അത് അമ്മ തന്നെയാണ് അവിദ്യയായിട്ട് അല്ലേ. കാരണം എന്താ? ഏതേത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആദ്യം വരിക എന്താണ്? ഞാൻ എന്നുള്ള ഭാവമാണ് ആദ്യം വരിക. അത് മാറണം. അതുകൊണ്ടാണ് പറഞ്ഞത്, സമ്മോഹിതം ദേവി സമസ്തമേതൽ ത്വം വൈ പ്രസന്നാ ഭുവി മുക്തി ഹേതു. അവസാനമില്ലാത്തതായിട്ടുള്ള ആ ശക്തിയോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള അവിടുന്ന് വിഷ്ണുവിനെ സംബന്ധിച്ചും അവിടുന്ന് ശക്തിയായിട്ടല്ലേ അമ്മയെ ഭവിക്കണത്. യാതൊരു ശക്തി മൂലമാണോ ഭഗവാൻ, വിഷ്ണു ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ വിഷ്ണുവിന് വൈഷ്ണവി എന്ന രൂപത്തിൽ ശക്തി കൊടുത്തുകൊണ്ടല്ലേ അമ്മ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അവിദ്യാരൂപിണിയായിട്ടുള്ള അമ്മ ഈ ജഗത്തിനെ മുഴുവൻ സമ്മോഹിതം ദേവി, അമ്മ മോഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ പ്രപഞ്ചത്തിനെ ഒന്ന് നോക്കി നോക്കൂ. എന്ത് കണ്ടാലാണ് നമുക്ക് മോഹമില്ലാത്തതായിട്ടുള്ളത്? ഏത് വസ്തുവിനെ കണ്ടാലും നമുക്ക് മോഹമാണ് അല്ലേ. ഒരു ചെടിയിൽ നല്ല പുഷ്പങ്ങൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ തോന്നും, ആ ചെടിയൊന്നും വാങ്ങിയാൽ തരക്കടില്ല, അത് തന്നെ മോഹം അല്ലേ. അങ്ങനെ ഏതേത് പ്രവർത്തനങ്ങളിൽ വന്നാലും മോഹമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതാണ് മോഹക്ഷയം. ആ മോഹക്ഷയം വരുമ്പോഴാണ് വിരാഗം വരിക. അതിനെയാണ് മോക്ഷം എന്നൊക്കെ പറയുക. ഇവിടെ പറയണു, അമ്മ എങ്ങനെയാണ്? മായയാണ്. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ മോഹത്തോടു കൂടിയിട്ടാണ് അമ്മ അവതരിപ്പിച്ചിരിക്കുന്നത്. മമത
അല്ലേ, മായ, ഇതൊക്കെ അമ്മയിൽ നിന്നുണ്ടാവുന്നതാണ്. ഞാൻ, എൻ്റെ ഈ ഭാവം മാറണം. അതുകൊണ്ട് അമ്മ മോഹിപ്പിക്കരുതേ. ഈ സംസാരമാകുന്ന ആ പാശത്തിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണേ. സംസാരസാഗരേ മഗ്നം മാമുദ്ധര കൃപാനിധേ ബ്രഹ്മവിഷ്ണു ശിവാരാധ്യേ പ്രസീദ ജഗദംബികേ. അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മ ഈ സംസാരമാകുന്ന ആ പൊട്ടക്കിണറ്റിൽ നിന്ന് എന്നെയും കൂടി അമ്മേ ഒന്ന് ഉദ്ധരിക്കണേ എന്ന് പറയുന്നുണ്ട്. അമ്മ ഏത് തരത്തിലാണ്? അമ്മ പ്രസിദ്ധയായി ജ്ഞാനവൈരാഗ്യ രൂപിണിയായിട്ട് ഉപനിഷത്തുക്കളെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള ആ തത്വത്തിനെ കുറിച്ചിട്ടതാ പറഞ്ഞു. സമ്മോഹിതം ദേവീ സമസ്തമേതത്. അമ്മ പ്രസന്നയായാൽ പിന്നെയും ഇതാ ഈ ജനന മരണമായിട്ടുള്ള ഈ ലോകത്തിൽ നിന്ന് അമൃതത്വമായിട്ടുള്ള ആ മുക്തിക്ക് കാരണമാവില്ലേ? ഇനിയൊരു ജന്മം വേണ്ട കേട്ടോ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം നമുക്ക്, അല്ലേ? അതിന് അമ്മ പ്രസാദിക്കണം. അമ്മ പ്രസാദിച്ചാൽ മാത്രമേ നമുക്ക് ഈ മോഹമാകുന്ന, ഈ സംസാരമാകും മഹാബ്ദിയിലെ നൗക മുങ്ങുകയായമ്മേ മുങ്ങുകയായമ്മേ മുങ്ങുകയായി. എല്ലാം ഇതാ ഈ സംസാരമാകുന്ന കുണ്ടില് നമ്മളിതാ ജനിക്കുക മരിക്കുക എന്ന് ചെല്ലണു. അതുകൊണ്ട് പറയാണ്, ഇനിയൊരു ജന്മം വേണ്ട കേട്ടോ അമ്മേ. ആ ജനന മരണത്തോട് കൂടിയിട്ടുള്ള ഈ ലോകത്തിൽ നിന്ന് അമൃതത്വ രൂപമായിട്ടുള്ള ആ മുക്തിക്ക് ഒന്ന് കാരണമാവണം. സന്യാസികൾ അതേപോലെ വേദാന്ത വിജ്ഞാന നിമിത്തം ബ്രഹ്മലോകത്തെ പ്രാപിച്ചു കഴിഞ്ഞ് അവരിതാ വളരെ കാലം കഴിഞ്ഞ് ആ ബ്രഹ്മാവിനോട് കൂടിയിട്ട് ഇതാ മുക്തി പ്രാപിക്കുന്നു. അതേപോലെ തന്നെ ദേവീ ഭക്തന്മാരും അവിടുത്തെ പോലെ അവിടുത്തോട് കൂടിച്ചേരാൻ സാധിക്കണു എന്ന് പറയണു. അതുകൊണ്ട് ഇതാ മോഹം വന്നു കഴിഞ്ഞാൽ എന്തായി? അത് അവിദ്യയായിട്ട് മാറി. അവിദ്യ മാറണം. നമുക്ക് വിദ്യ ലഭിക്കണം. അതിനെന്ത് വേണം? വിദ്യാശക്തിയായിട്ട് അമ്മ തന്നെയാണ് നമ്മളെ മോഹിപ്പിക്കുന്നത്. അത് മാറണം നമുക്ക്. അമ്മ പ്രസന്നയായാൽ ആ വിദ്യാശക്തി തന്ന് മോക്ഷത്തിനെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും എന്ന് പറയണു ആ ശ്ലോകത്തിനെ കൊണ്ട്. അതിന് നമുക്ക് എന്ത് വേണം? വിദ്യ വേണം. വിദ്യ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ഗുരുവിൻ്റെ സാമീപ്യം നമുക്ക് അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കുറച്ച് മുമ്പേ ഇവിടെ പറഞ്ഞത്. ഇവിടെ പറയണു, വിദ്യാസമസ്താസവ ദേവി ഭേദ ശ്രേയസമസ്ത സകല ജഗത്സോ തൊയ്യൈകയാ പൂരിതമമ്പയൈതൻ കാതേ സ്തുതി സ്തവ്യ പരോക്തേ. അല്ലയോ ദേവി, എല്ലാ വിദ്യകളും അമ്മയിൽ നിന്നുണ്ടായതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള 64 കലകളോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള സകല സ്ത്രീകളും അമ്മയിൽ നിന്നുണ്ടായത് തന്നെയാണ്. ഏതുപോലെയാണ്? ഒരു മാതാവ് എങ്ങനെയാണോ ഈ ചരാചര പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്, നിൻ പാദാബ്ജധൂളി ശകലം അവനിവർ കന്യകെ സംഭരിച്ചിട്ടൻ അമ്പോടെ അംബോജവാസൻ ഭുവനമഖിലവും സൃഷ്ടി ചെയ്യും നിത്യം. ബ്രഹ്മദേവൻ പറയണം അമ്മയോട്, അമ്മ നൊന്ത് പ്രസവിച്ചതല്ലേ ഈ പ്രപഞ്ചത്തിനെ. അതുകൊണ്ട് അമ്മയിൽ നിന്ന് അന്യമായിട്ട് ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. എനിക്കിതാ ബ്രാഹ്മണിയായിട്ട് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കാൻ എനിക്ക് ശക്തി തരണേ. നിൻ പാദാബ്ജധൂളി ശകലം, അമ്മയുടെ പാദങ്ങളെ ഞാനിതാ ആശ്രയിക്കണു. ഇതാ ബ്രഹ്മദേവൻ പറയണു. അതുകൊണ്ട് പറഞ്ഞു, അമ്മേ ഏതൊരു സ്തുതിയാണ് അമ്മയ്ക്ക് പരയായിട്ടും അപരയായിട്ടും വരുന്നത്. എന്തൊരു സ്തുതിയാണ്! ഈ കാണുന്ന ജഗത്ത് മുഴുവൻ അമ്മയെ സ്തുതിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാണ്, അങ്കാനി വേദാശ്ചത്വാരോ മീമാംസാന്യായ വിസ്തരാം ധർമ്മശാസ്ത്രം പുരാണാനി വിദ്യാഹേദാ ചതുർദശ. അമ്മയുടെ ഭിന്നമായിട്ടുള്ള ശക്തികളെ കുറിച്ചിട്ട് പറയണം. 18 വിദ്യകളെ കുറിച്ചിട്ട് പറയണം. ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ് മുതലായിട്ടുള്ള 6 അംഗങ്ങളെ കുറിച്ചിട്ട് പറയണു. ഋക്ക, യജുസ്, സാമം, അഥർവം എന്നുള്ള 4 വേദങ്ങളെ കുറിച്ചിട്ട്, മീമാംസ, ന്യായവിസ്താരം, ധർമ്മശാസ്ത്രം, പുരാണങ്ങൾ, ഇങ്ങനെ 14. ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, അർത്ഥശാസ്ത്രം, ഇങ്ങനെ 4 എണ്ണം.
ഇതെല്ലാം കൂടി ചേർന്ന് 18 വിദ്യകൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കലകൾ തന്നെയല്ലേ. ഈ കാണുന്ന ജഗത്ത് മുഴുവൻ എന്താ അമ്മയിൽ നിന്ന് വ്യാപിക്കുന്നതാണ്, അമ്മയുടെ സ്തുതിയാണ്. കാരണം അതുകൊണ്ട് അമ്മയെ പ്രത്യേകമായിട്ട് സ്തുതിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കണത്. ഇത് മുഴുവൻ അമ്മയാണ്. ഈ പുരാണങ്ങളും അതേപോലെ വേദങ്ങളും ഏതേത് എടുത്താലും ഈ 18 കലവിദ്യകളും അമ്മയുടെ തന്നെയാണ്. അല്ലെങ്കിൽ സ്തുത്യമായ വസ്തുവിനെ സ്തുതിച്ച് അമ്മയ്ക്ക് സ്തുതി എന്ന് മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ. അതും ഇവിടെ യോജിക്കുന്നില്ല എന്നാണ് പറയണത്. കാരണം അമ്മയ്ക്ക് സ്തുതിയും വാക്കും ഒന്ന് തന്നെയല്ലേ അമ്മേ പറയണു. അത് ഏതുപോലെ സൂക്ഷ്മ കുണ്ടലിനി മധ്യേ ജ്യോതിർമാത്രാഹ്യണീയസി അശ്രോർത്ത വിഷയാ തസ്മാതുൽഗതാചോ ഊർധ്വഗാമിനി. പരയായിട്ടും പശ്യന്തിയായിട്ടും മധ്യമയായിട്ടും വൈഖരിയായിട്ടും വരുന്നതായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ കുറച്ചു മുമ്പേ കേട്ടിട്ടുണ്ടാവും അത് സഹസ്രനാമം കേട്ടപ്പോൾ അല്ലേ. അത് ആദ്യം തന്നെ ഉണ്ടാകുന്ന മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ശക്തിയിൽ നിന്നും തേജോരൂപിണിയായിട്ട് അതിസൂക്ഷ്മമായിട്ട് വരുന്നതായിട്ടുള്ള ശബ്ദത്തിനെയാണ് പരാവാക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്നും മേൽപോട്ട് പോയി നാഭിയിലെത്തുമ്പോഴാണ് അതിനെ പശ്യന്തി എന്ന് പറയുന്നത്. നാഭിയിൽ നിന്ന് അത് ഹൃദയത്തിലെത്തും. ആ ഹൃദയത്തിലെത്തുന്ന വാക്കിനെയാണ് മധ്യമാ വാക്ക് എന്ന് പറയണു അല്ലേ. നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടാവും 3 കൂടത്തോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള ഈ ശരീരം. അതുകൊണ്ട് ഇതിൻ്റെ പേരെന്താ ത്രികൂടം എന്നാണ് പറയുന്നത്. സ്വരൂപ മുഖ വാഗ്ഭേയ കൂടൈക സ്വരൂപ മുഖപങ്കജ എന്ന് പറയുന്നു. വാഗ്ഭവകൂടം അല്ലേ, ഇതുവരെയുള്ള പേരാണ് വാഗ്ഭവകൂടം. അത് കഴിഞ്ഞ് ഹൃദയത്തിലേക്ക് എത്തുമ്പോൾ ഉള്ള വാക്കിനെയാണ് മധ്യമ എന്നുള്ള വാക്ക് പറയുന്നത്. ആ ശബ്ദം തന്നെ പിന്നീട് ഉരസ്സിലേക്കും കണ്ടത്തിലേക്കും ത്വാലുവിലേക്കും എത്തുന്നു. മൂർധാവ്, നാസിക, ജിഹ്വ ഇതിലേക്ക് വരുന്നു. ഇങ്ങനെ 6 അംഗങ്ങളിലായിട്ട് 8 സ്ഥാനങ്ങളിൽ പുറപ്പെടുന്നു. ആ ശബ്ദത്തിനെയാണ് പറയുന്ന പേരാണ് പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് പറയും. ഇപ്പം ഇതിൽ കൂടെ കേൾക്കുന്ന വാക്കിന് പറയുന്ന പേരാണ് മൂലാധാരത്തിൽ നിന്ന് കണ്ഡത്തിലേക്ക് എത്തി ആ പറയുന്ന വാക്കിനെയാണ് വൈഖരി എന്ന് പറയുന്നത്. ഇതാണ് ഭാഗവതത്തിൽ നമുക്ക് കാണാം ധ്രുവൻ്റെ കാര്യം അല്ലേ. ധ്രുവനെ ജ്ഞാനചക്ഷുസ് തുറന്നു കൊടുത്തു ഭഗവാൻ. എങ്ങനെയാണ്? തൻ്റെ കപോലമാകുന്ന ആ പഞ്ചജന്യത്തിനെ കൊണ്ട് തൻ്റെ കപോലത്തിൽ കൃപയാ കപോലത്തിൽ അല്ലേ. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വൈഖരിയാവണം. അതുകൊണ്ടാണ് പറഞ്ഞ യോ അന്തഃപ്രവിശ്യമവവാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ചഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം പറയണു. വൈഖരി വാക്ക് എന്ന് പറയണു. ഇങ്ങനെ പരാവാക്ക് മുതലായിട്ടുള്ള വാക്കുകൾ വന്ന് 4 വിധത്തിലുള്ള വാക്കുകളെ കുറിച്ചിട്ടും വേദത്തിൽ പറയുന്നുണ്ട് എന്ന് പറയണം. ആ ദേവി തന്നെയാണ് വിദ്യയായിട്ട് വരുന്നത്. അപ്പം വിദ്യ നേടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എല്ലാ ദിവസവും നമ്മൾ ദേവി മഹാത്മ്യത്തിലെ മുഴുവൻ വായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്ത് വേണം? ഈ ഏകാദശമെങ്കിലും 11ാമത്തെ അധ്യായമായിട്ടുള്ള ആ നാരായണീ സ്തുതി ദിവസവും വായിക്കണം. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ. ആ ദേവി തന്നെയാണ് വിദ്യ, ആ ദേവി തന്നെയാണ് ബ്രഹ്മാദികൾ, ആ ദേവി തന്നെയാണ് പരയായിട്ടും അപരയായിട്ടുമുള്ള വാക്കുകൾ എന്ന് പറഞ്ഞു. അതിനുശേഷം ഗീതമായാലും നൃത്തമായാലും വാദ്യമായാലും എല്ലാം എന്താണ്? എല്ലാം ദേവി തന്നെയാണ് അല്ലേ. ആ നവരാത്രി കാലത്തൊക്കെ 9 രാത്രികളിൽ നമ്മൾ പ്രഥമം ശൈലപുത്രി ദീദിതീയം ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞ 9 ദിവസങ്ങളിൽ 9 ഭാവത്തിൽ നമുക്കിത് അമ്മയെ കാണാൻ സാധിക്കണു. ഇവിടെ പറയണു ഏത് തരത്തിലാണെങ്കിലും ഗീതമായാലും നൃത്തമായാലും വാദ്യമായാലും എല്ലാം എന്താണ്? എല്ലാം അമ്മ തന്നെയാണ്. ആ വിദ്യ കൈവരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സർവഭൂതായതാ ദേവി സ്വർഗമുക്തിപ്രദായിനി സംസുതാ സുതകേ കാവാ ഭവന്തു പരമോക്തയാ. സർവവും ദേവീരൂപമായതുകൊണ്ട് തന്നെ ദേവി സർവഭൂതയാകുന്നു.
അതുകൊണ്ട് അമ്മയെ സ്തുതിച്ചാൽ എല്ലാറ്റിനും ഐക്യമുള്ളതായതുകൊണ്ട് തന്നെ ഏത് വസ്തുവാണ് സ്തുതിക്കപ്പെടാൻ ശ്ലാഘ്യമായിട്ടുള്ളത്, ആ സ്തുതികളെ കൊണ്ട് തന്നെ ഏതാണോ ശ്രേഷ്ഠമായിട്ടുള്ളത് ആ ശ്രേഷ്ഠമായ സ്തുതിയെ കൊണ്ട് തന്നെ അമ്മയെ ഭജിക്കണം. സർവഭൂതാം, അമ്മ എങ്ങനെയാണ്? വിശ്വാത്മികയാണ്. എപ്പോൾ അമ്മയെ സ്തുതിക്കപ്പെട്ടു ആ സ്തുതി അമ്മ സന്തോഷിക്കും. അമ്മ വേണ്ടതായിട്ടുള്ള അനുഭവന്തു പരമോക്തയാ, അമ്മ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും തരുന്നു എന്ന് പറയണു. അതെങ്ങനെ വേണം? സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യാകൃതി സംസ്ഥിതേ സ്വർഗാപവർഗദേ ദേവി നാരായണീ നമോസ്തുതേ. അമ്മ സർവാത്മികമായിട്ടാണെങ്കിൽ പോലും ആ സ്തുതിക്കുന്നത് അശക്യമാകുന്നു. സർവഭൂതങ്ങൾക്കും ഇതാ എല്ലാ തരത്തിലുള്ള സൗഖ്യത്തിനെയും തരാൻ അമ്മേ സമർത്ഥങ്ങളായി. അമ്മയെ ഏത് വാക്കാ അമ്മയെ ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് ആദ്യം ദേവന്മാർ. അമ്മയൊന്ന് സ്തുതിക്കണം എന്നുണ്ട്, ആ സ്തുതിക്കാൻ ഞങ്ങൾ ഏതാ വാക്ക് ഉപയോഗിക്കേണ്ടത്? ആ വാക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ, ബുദ്ധിയുടെ രൂപത്തിൽ അമ്മയൊന്ന് വരൂ കേട്ടോ എന്ന് പറയണം. അതുകൊണ്ട് എന്ത് പറയണം? ഭൂതൈർമഹദ്ഭി ഇമാ പുരോ വിഭോ നിർമായ ശേദേ യതമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോ അലം കൃഷിഷ്ഠ ഭഗവാൻ വചാംസി മേ. അമ്മ എല്ലാവരുടെയും, അല്ലയോ ദേവി, എല്ലാവരുടെയും ഹൃദയത്തിലും അമ്മ ബുദ്ധിരൂപേണയല്ലേ അമ്മ സ്ഥിതി ചെയ്യുന്നത്. സ്വർഗാപവർഗങ്ങളെ തരുന്നതായിട്ടുള്ള ദേവി അമ്മയ്ക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞത്. നാരായണി എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? അമ്മയുടെ കയ്യിൽ എന്താണ്? കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി. അമ്മയുടെ 10 കൈകൾ 10 വിരലിലും ഭഗവാന്റെ അവതാരങ്ങളാണ് ഇത്ര കുത്തിവെച്ചിരിക്കണം. നാരായണ ദശാകൃതി 10 അവതാരങ്ങളെയും ഇതാ കൊത്തിവെച്ചിട്ടുണ്ട് ഇത്ര കയ്യിൽ. അമ്മ എങ്ങനെയാണ്? നാമപാരായണ പ്രീത നന്ദിവിദ്യാ നടേശ്വരി. നാമം ജപിച്ചാൽ മതി ഇത്ര അമ്മയ്ക്ക്. അമ്മ സന്തോഷിക്കുന്ന പറഞ്ഞത്. പക്ഷെ നമുക്ക് നാമം ജപിക്കാൻ നമുക്ക് മടിയാണ് എന്ന് മാത്രം ഇവിടെ പറയണം. ആ പരമാത്മാവിൻ്റെ ശക്തി തന്നെയല്ലേ അമ്മ. അതുകൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ബുദ്ധിരൂപേണ സ്ഥിതി ചെയ്യുന്ന അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ. ആദ്യ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, കാർത്യായനി ദേവിയെ കുറിച്ചിട്ട് പറഞ്ഞു. നാരായണി എന്ന് പറഞ്ഞാൽ വേറെയും ഒരർത്ഥം പറയണു, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സ്ഥാനഭൂതയായിട്ടുള്ളവൾ എന്നുകൂടി ഒരർത്ഥം പറഞ്ഞു. അത് ഏതുപോലെ വേണം? കലാകാഷ്ഠാതിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരതോ ശക്തേ നാരായണീ നമോസ്തുതേ. ഈ പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് ആസക്തി വന്നു കഴിഞ്ഞാൽ അത് നശിക്കുന്നേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അമ്മേ ഈ പ്രപഞ്ചത്തിനെ നാശമില്ലാതെ കണ്ട് സന്തോഷിപ്പിക്കേണ്ട ചുമതല ആരുടെയാ? അത് അമ്മയുടെ അല്ലേ അമ്മേ? അല്ലേ? ഏത് തരത്തിലാണെങ്കിലും എങ്ങനെ വേണം? ഇതാ ഭൂകമ്പമില്ലാതെയും പ്രളയങ്ങൾ ഇല്ലാതെയും ഒരു തരത്തിലുള്ള ദുഃഖങ്ങളില്ലാതെ കണ്ടും ഈ പ്രപഞ്ചത്തിനെ സംരക്ഷിക്കുന്നത് അമ്മയല്ലേ? കലാ കാഷ്ഠാതിരൂപേണ അഷ്ടാദശ നിമോഷസ്തോ കാഷ്ഠാത്രിംശസ്തുതാ കലാ. ക്ഷീരം ദതി രൂപേണ ആണ് അമ്മ പരിണമിക്കുന്നത് എന്ന് പറയണം. ഇത്രകാലം ബാല്യം, ഇത്രകാലം യൗവനം, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് അമ്മേ അഖണ്ഡകാല രൂപത്വം സൂചിപ്പിച്ചിരിക്കുന്ന അമ്മയെ തന്നെ വിശ്വസ്യോപരതോ ശക്തേ, എല്ലാറ്റിനും ശക്തി നൽകിക്കൊണ്ട് അമ്മതാ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറയണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സകല മംഗളാദികൾക്കും മംഗളസ്വഭാവത്തിന് ആ രൂപത്തോടു കൂടിയ ദേവിയും കല്യാണത്തെ ചെയ്യുന്ന ദേവി. ശിവേന്ന് പറഞ്ഞാൽ മംഗളത്തിനെ തരുന്നത്, കല്യാണത്തിനെ തരുന്നത്. ഇതിലുള്ളതാണ് ഈ ശ്ലോകം.
ഇവിടെ പറയണു, ശരണം പ്രാപിക്കാൻ ആരാ യോഗ്യമായിട്ടുള്ളത്? സത്യമായ വസ്തുവിനെ തന്നെ നമ്മൾ ആശ്രയിക്കണം. ബാക്കിയെല്ലാം എന്താണ്? ഉണ്ടായി നിലനിന്നു നശിക്കണു. പക്ഷേ എന്നും നിലനിൽക്കുന്നത് ആരാണ്? അത് അമ്മ മാത്രമാണ്. ഇപ്പം ഈ പെരുന്തട്ട ക്ഷേത്രം നമ്മളാരെങ്കിലും ഉണ്ടാക്കിയതാണോ? അല്ല, നമ്മൾക്കും എത്രയോ മുമ്പ് ഈ ക്ഷേത്രമുണ്ട്. ക്ഷയാൽ ത്രായതേ ഇതി ക്ഷേത്ര എന്നാ പറഞ്ഞിരിക്കണത്. ഇപ്പം നമ്മളൊക്കെ പോയാലും എന്താണ്? ഈ ക്ഷേത്രം നിലനിൽക്കും. അപ്പം നമ്മളാരാ? നമ്മൾ ഇടയ്ക്ക് വന്ന ചില ആളുകൾ മാത്രമേ ഉള്ളൂ. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു. ബാക്കി ഇനി ചൊല്ലിക്കോളൂ. ബാക്കി ഉറക്കെ ചെല്ലണം അല്ലേ? പതുക്കെ ചൊല്ലിയാൽ പോരാ. അങ്ങനെയാണ് നമ്മൾ. അത് പാടില്ല എന്ന് ഭാഗവതവും നാരായണീയവും അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, നിർമത്സരാണാം സദാം. മത്സരബുദ്ധിയില്ലാതെ കണ്ട് വേണം ഇതിന് ആധ്യാത്മികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളെയെല്ലാം നമ്മൾ ആശ്രയിക്കാൻ. മത്സരിച്ചാൽ എന്തുണ്ടാവും? അമ്മ നമ്മളിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോവും. നീ മത്സരിച്ചോ എന്ന് പറയും അല്ലേ? അമ്മയെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ സർവമംഗളമായിട്ടുള്ള ശിവസ്വരൂപമായിട്ടുള്ള അമ്മയെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നു, ത്രയംബകേ, 3 കണ്ണുകളോട് കൂടിയിട്ടുള്ള അമ്മേ, അമ്മ സ്വർണ്ണ നിറത്തോട് കൂടിയിട്ടുള്ള അമ്മേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാ സൗഖ്യത്തിനെയും തരുന്നതായിട്ടുള്ള അമ്മേ, സകല മംഗളങ്ങളുടെയും മംഗളസ്വരൂപിണിയായി കല്യാണകാരിയായിട്ട് എല്ലാവർക്കും നന്മയെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള സ്വർണ്ണവർണ്ണയായിട്ടുള്ള ആ അമ്മയെ ഞാനിതാ നമസ്കരിക്കുന്നു. പറയണ്, സർവ അർത്ഥത്തിനെയും സർവപ്രയോജനങ്ങളെയും അമ്മത അറിഞ്ഞു തരണു. സോമൻ, അഗ്നി, സൂര്യൻ, ഇതാണ് അമ്മയുടെ 3 കണ്ണുകൾ. അതുകൊണ്ടാണ് പറഞ്ഞ ത്രയംബകേ എന്ന് വ്യാഖ്യാനിച്ചത്. അവിടെ ആ 3 കണ്ണുകളോട് കൂടിയിട്ടുള്ളവൾ, അല്ലെങ്കിൽ ഉമാദേവി, ഗൗരി എന്നാണ് അവിടെ വിശേഷിപ്പിച്ചത് അമ്മേ അല്ലേ? ശരണ്യേ ത്രയംബകേ ഗൗരി. ഗൗരി എന്ന് പറഞ്ഞാൽ ആരാ? പാർവതീദേവി, ഉമ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഗുപ്തമായി ശബ്ദിക്കുന്നവൾ എന്നും കൂടി ഗൗരി അഥവാ ഉമ എന്നുള്ള ശബ്ദത്തിന് അർത്ഥമുണ്ട്. മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നവൾ. അതുകൊണ്ട് ശിവശക്തി എന്നും പറയണം. സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനീം ഗുണാശ്രയേ ഗുണമയേ നാരായണീ നമോസ്തുതേ. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ എല്ലാം ശക്തിയായി ഭവിച്ചിരിക്കുന്നതായിട്ടുള്ള നിത്യവും ആയിട്ടുള്ളതായിട്ടുള്ള ആ സത്യസ്വരൂപിണിയായിട്ടുള്ള അമ്മേ, 3 ഗുണങ്ങൾക്കും രാജസം, താമസം, സ്വാത്വികം 3 ഗുണങ്ങൾക്കും ആശ്രയമായിട്ടുള്ള ആ അല്ലയോ നാരായണീ, അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. ഈ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് ശക്തിയായി തീർന്നിരിക്കുന്ന ദേവി അമ്മയ്ക്ക് എങ്ങനെയാണ് 3 ശക്തികളുണ്ട് എന്ന് നമ്മൾ നേരത്തെ കേട്ടു. ബ്രഹ്മാവിന് ബ്രാഹ്മണിയായിട്ടും ബ്രാഹ്മി ശക്തിയായിട്ടും, വിഷ്ണുവിന് വൈഷ്ണവിയായിട്ടും, മഹേശ്വരി ശക്തിയായിട്ടും ശിവന് കൊടുക്കുന്നതായിട്ടുള്ള അമ്മയ്ക്കിതാ നമസ്കാരം. അഗുണമായിട്ടിരിക്കുന്നതായിട്ടുള്ള അമ്മ എങ്ങനെയാണ്? സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യരത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാം. ആ സത്യമായ വസ്തുവിനെ തന്നെ ഞാനിതാ ആശ്രയിക്കണു. ആശ്രയിക്കാൻ പറ്റിയത് ആരാ ഉള്ളത്? സത്യമായ വസ്തുവിനെ മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കൂടെ ആശ്രയിക്കാൻ പറ്റിയതാണോ? അല്ല അല്ലേ? നല്ല ഉറപ്പുള്ള ചുമരിൻ്റെ മുകളിലേ നമുക്ക് ചാരി ഇരിക്കാൻ പറ്റുള്ളൂ. കസേലയുടെ മുകളിൽ ഇരുന്ന് ഉറങ്ങിയപ്പോൾ എന്തുണ്ടാവും? കസേല പാടെ താഴെ വീടിപ്പോൾ അല്ലേ? നേരെ മറിച്ച് ചുമരിൻ്റെ മുകളിൽ ചാരി ഇരുന്നാലോ അത് ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, അത് വീഴൊന്നുമില്ല അല്ലേ? അപ്പം അതുപോലെ ആശ്രയിക്കാൻ പറ്റിയത് ആരാണ്? അത് അമ്മ മാത്രമാണ്. അതുകൊണ്ട് നാരായണി അമ്മ ഞാനിതാ ആശ്രയിക്കുന്നു. ഏതുപോലെ? ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്ഥിഹരേ ദേവീ നാരായണീ നമോസ്തുതേ. ശരണാഗതന്മാരായിട്ടുള്ളവർ ആരാ? ശരണാഗതന്മാർ ദീനം പ്രാപിച്ചിരിക്കുന്നവർ, ആർത്തന്മാർ, ദുഃഖം അനുഭവിക്കുന്നവർ. എല്ലാ തരത്തിലും ദുഃഖം തന്നെയാണ് അനുഭവിക്കുന്നത് അല്ലേ?
അത്യന്തം താല്പര്യത്തോട് കൂടിയിട്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണേ, സകല ലോകത്തിൻ്റെയും പീഡകളെ നശിപ്പിക്കുന്നതായിട്ടുള്ള ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണീ നമോസ്തുതേ. എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ശരണം പ്രാപിച്ചിട്ടുള്ള ആ ശരണാഗതന്മാരായിട്ടിരിക്കുന്നതായിട്ടുള്ള വ്യാധി മുതലായിട്ടുള്ള ദുഃഖങ്ങളെ കൊണ്ട് അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ദീനന്മാരായിട്ടിരിക്കുന്നവർ, തസ്കരന്മാരുടെ പീഡയനുഭവിക്കുന്നവർ, ഏതേത് തരത്തിലാണെങ്കിലും ആ സർവപീഡാനാശിനിയും എല്ലാ തരത്തിലുള്ള പീഡകളെയും ഇല്ലായ്മ ചെയ്യാൻ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ എന്ന് പറയണം. കാരണം എന്താ, ഇവിടെ മാ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നും പറയണു, ആ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു എന്ന് പറയണു. അതുകൊണ്ടാണ് അതിൽ എല്ലാറ്റിലും ആ എന്നുള്ള അക്ഷരവും മാ എന്നുള്ള അക്ഷരം ആർത്തന്മാർ, ശരണാഗത ദീനാർത്തന്മാർ, ദുഃഖം അനുഭവിക്കുന്നവർ. അമ്മ എങ്ങനെയാണ്? ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണീ രൂപധാരിണി കൗശാംബക്ഷരികേ ദേവി നാരായണീ നമസ്തുതേ. ഹംസങ്ങളോട് കൂടിയിട്ടുള്ള വിമാനത്തിലാണ് അമ്മ വന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? ബ്രാഹ്മി ഹംസങ്ങൾ അരയന്നങ്ങളാണ് ഇരിക്കുന്നത്. ബ്രാഹ്മി രൂപത്തെയാണ് അമ്മ ധരിച്ചിരിക്കുന്നത്. കുശോദകത്തെ എറിയുന്നവളെ എന്നൊക്കെയാണ് അമ്മയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഹംസങ്ങളുടെ വിമാനത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അമ്മ ബ്രാഹ്മി രൂപത്തിൽ കുശമന്ത്രിതമായിട്ടുള്ള ജലത്തെ തളിച്ചുകൊണ്ട് അമ്മ ഒരു കാല് പുറത്ത് വെച്ച് മറ്റേ കാല് വലത്തെ കാല് തൂക്കിയിട്ടുകൊണ്ട് അമ്മ ആ അരയന്നത്തിൻ്റെ പുറത്തങ്ങനെ കയറി വരിക്കുന്നതായിട്ടുള്ള അമ്മയുടെ രൂപം, സുന്ദരി കുട്ടിയായിട്ട് അമ്മയുടെ രൂപം ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു ഇതിൽ. അതുകൊണ്ട് ആ ദേവതായാനത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ആ ബ്രാഹ്മണിക്ക് ആകൃതിയെ കൊടുക്കുന്നതായിട്ടുള്ളതായിട്ടുള്ള ദർഭയോട് കൂടിയിട്ടുള്ള ആ പാത്രത്തിൽ വെച്ചുകൊണ്ട് ആ ദർഭ ഇങ്ങനെ തളിച്ചും കൊണ്ടാണ് ഇത്ര അമ്മ വരുന്നത്. അതുകൊണ്ട് ആ അമ്മയേതാ കുശജലം ആ കമണ്ടലുവിൽ ജലം ധരിച്ചുകൊണ്ട് പറയണു തൃശൂല ചന്ദ്രാഹിതര. പിന്നെ അമ്മയുടെ രൂപത്തിനെ ഇങ്ങനെ വർണ്ണിക്കുകയാണ് അസുരന്മാർ, ആ ദേവന്മാർ. തൃശൂല ചന്ദ്രാഹിതരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണീ നമോസ്തുതേ. ആ മഹേശ്വര ശക്തിയുടെ രൂപത്തിനെ തൃശൂലം ആരുടെ കയ്യിൽ? അമ്മയുടെ കയ്യിലുണ്ട് 3 മൊനയുള്ള കുന്തം അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ചന്ദ്രക്കലയുണ്ട്, പിന്നെ ശിരസ്സിൽ സർപ്പങ്ങളെയൊക്കെ ധരിച്ചിട്ടുണ്ട്. മഹത്തായിട്ടുള്ള ആ വൃഷഭം എന്നുള്ള വാഹനത്തിനെ അമ്മ ധരിച്ചിട്ടുണ്ട് അല്ലേ. ദേവി ഭാഗവതത്തിൽ കാണാം നമുക്ക്. ദക്ഷയാഗം കഥ പറയുമ്പോൾ ആ ദേവിയുടെ ഒരു പുറപ്പാട് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ കാണാം അല്ലേ. ആ സതീദേവി ആ നന്ദികേശ്വരൻ്റെ പുറത്തങ്ങനെ കയറിയിരുന്നു കൊണ്ട് ആ കല്ല് വെച്ച സാരിയൊക്കെ ഉടുത്ത് നല്ല മുടിയൊക്കെ മുടങ്ങിയിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരു കാല് മടക്കി വെച്ച് മറ്റേ കാല് തൂക്കിയിട്ടുകൊണ്ട് കയ്യിൽ ആയുധങ്ങളൊക്കെ പിടിച്ചിട്ട് ദർപ്പങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇത്ര കയ്യിൽ കണ്ണാടിയൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കല്ല് വെച്ച സാരി ഉടുത്തിട്ടുണ്ട്, സുന്ദരി കുട്ടിയായിട്ട് നന്ദികേശ്വരൻ്റെ പുറത്തേറിക്കൊണ്ട് ദുന്ദുഭീനാഥങ്ങൾ മുഴക്കി കൊടുക്കൊണ്ട് അങ്ങനെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ആ നാദം മുഴക്കിക്കൊണ്ടുള്ള ഒരു പോക്കിനെ ഇങ്ങനെ പറയണ ഒരു വരവിനെ അമ്മേനെ. അതേപോലെ തന്നെ ഇവിടെ പറയണ തൃശൂല ചന്ദ്രാഹിതരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണീ നമോസ്തുതേ. ആ മഹേശ്വര ശക്തിയുടെ രൂപത്തോടു കൂടി തൃശൂലത്തിനെയും അതേപോലെ ചന്ദ്രക്കലയെയും സർപ്പങ്ങളെയും ധരിച്ചിരിക്കുന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ള വൃഷഭം എന്നുള്ളൊരു വാഹനത്തിനെ കൂടിയിട്ട് അമ്മ പുറത്തേറിക്കൊണ്ട് അല്ലയോ നാരായണി അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയണം. അതിനുശേഷം എന്താ അമ്മയുടെ രൂപത്തിനെ ഇങ്ങനെ വർണ്ണിക്കാനാണ്. മയൂര കുക്കുടവൃതേ മഹാശക്തി ധരേനഘേ കൗമാരീ രൂപസംസ്ഥാനേ നാരായണീ നമോസ്തുതേ. മയിലിനോടും കോഴിയോടും കൂടിയവളെ എന്നാ പറഞ്ഞ മയൂര കുക്കുടവൃതേ. മയൂരം മയില്, കുക്കുടം എന്ന് പറഞ്ഞാൽ കോഴി. ആ മയൂരത്തിനോടും കോഴിയോടും
ആകൃതിയോടും കൂടിയവളെ, വലുതായ വേലായുധത്തിനെ, ആ വേലിനെ ധരിച്ചിട്ടുണ്ട് അമ്മ കയ്യിൽ. പാപമില്ലാത്തവളും അതേപോലെ സുബ്രഹ്മണ്യ ശക്തിയുടെ ആകൃതിയോട് കൂടിയിട്ട് അമ്മയ്ക്ക് നമസ്കാരം. കുക്കുടം എന്നുള്ള ശബ്ദത്തിന് ഇവിടെ കാട്ടുകോഴി, മയില്, പീലി, അതുപോലെ പുത്രൻ, കോഴി, അങ്ങനെ അനവധി അർത്ഥങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ മയൂരവും കുക്കുടവുമാണ് ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആവരണ പൂജയിലുള്ള ആ മൂന്നാമത്തെ ആവരണത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവതകളെക്കുറിച്ച് പറയുകയാണ് അല്ലേ. പഴയന്നൂർ അതാണ് രൂപം എന്നാണ് പറയുക. കോഴിയുടെ രൂപമാണ് അത്ര പഴയന്നൂർ. അവിടെയും വായിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. കാരണം എന്താ, അവിടെ ചെന്നപ്പോൾ അനവധി ആൾക്കാർ, ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു അത്ര, രവിവർമ്മ തമ്പുരാൻ, അദ്ദേഹം ചിത്രം വരയ്ക്കാൻ വന്നു അത്ര. ആദ്യത്തെ ദിവസം നോക്കുമ്പോൾ മുഴുവൻ ബ്ലാങ്കായിട്ടാണ് അത്ര കാണുന്നത്, ഒന്നും കാണുന്നില്ല അത്ര പേപ്പറിൽ. അത് കഴിഞ്ഞ് വീണ്ടും അനവധി ദിവസം നോക്കി ഇത്ര. അപ്പോഴാണ് ചോദിച്ചത്, അമ്മേ എന്തിനാ ഇങ്ങനെ വട്ടം കറക്കണേ എന്നെ, എനിക്കൊന്നും അമ്മയുടെ രൂപം ഒന്ന് വരയ്ക്കണം എന്നുണ്ട് എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്താ ഇത്ര, കോഴിയുടെ പുറത്ത് നിൽക്കുന്നതായിട്ടുള്ള അമ്മയുടെ രൂപമാണ് ഇത്ര കണ്ടത്. അവിടെ എന്നും അങ്ങനെയാണ് ഇത്ര, രഹസ്യഭാവമാണെന്നാണ് പറയുക. ഒരു തവണ ജ്യോത്സ്യം നോക്കാൻ വേണ്ടി ചെന്നു, കോഴി തട്ടി തെറിപ്പിച്ചു. നിറച്ച് കോഴികളാണ് ആ അമ്പലത്തിൽ. എപ്പോഴെങ്കിലുമൊക്കെ അമ്പലത്തിലൊന്ന് പോകേണ്ടതാണ് കേട്ടോ എല്ലാവരും, വളരെ ശ്രേഷ്ഠമാണത്. അതുപോലെ തന്നെ നിറച്ച് കോഴിയാണ്, നിറച്ച് കോഴിക്കാട്ടായിരിക്കും അമ്പലത്തിൽ നിറച്ചും. അതൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് അങ്ങനെ പോവും. അതേപോലെ തന്നെ വേറൊരു ദിവസം പിന്നെ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഒരു ജ്യോത്സ്യൻ വന്നപ്പോൾ അതിനെ അങ്ങനെ ആ കലശപ്പാനിയോട് കൂടി അവിടെ തട്ടിത്തെറിപ്പിച്ചു. ഇവിടെ നോക്കുകയേ വേണ്ടെന്ന് അത്ര അമ്മ പറഞ്ഞത്. അതാണ് അമ്മയുടെ ചൈതന്യം അതാണ്. ഇതേപോലെ തന്നെ മൂന്നാമത്തെ ദിവസം ഞാനിങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് ഇങ്ങനെ വരികയാണ്. വന്നു കഴിഞ്ഞ് ഊട്ടുപുരയിലാണ് വായന നടക്കണത്. ആ ഊട്ടുപുര കാണാനില്ല. പ്രദക്ഷിണം വെച്ച് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തിട്ട് ഊട്ടുപുര കാണാനില്ല. തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. രണ്ടാമതും ഇങ്ങോട്ട് വന്നു, മൂന്നാമതും ഇങ്ങോട്ട് വന്നു. അപ്പോൾ എന്നോട് പ്രദക്ഷിണം വെച്ച് വരുന്ന ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, എന്താ അമ്മ തിരയണത് എന്ന് ചോദിച്ചു. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. നാണക്കേടുകൊണ്ട് മിണ്ടിയില്ല ഞാൻ. നോക്കുമ്പോൾ എന്താ, വീണ്ടും പ്രദക്ഷിണം ചെന്നിട്ട്, അമ്മേ വട്ടം കറക്കരുതേ. തിരിച്ച് ഞാൻ ഇടത്തായിട്ട് ഞാൻ പ്രദക്ഷിണം വന്നിട്ട്, വിപരീതമായി പ്രദക്ഷിണം വന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ എന്നെ കലക്കരുത്, എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. കാരണം എന്താ, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഉള്ളിൽ ഞാൻ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അമ്മ അതിനെ ഇല്ലായ്മ ചെയ്യും, യാതൊരു സംശയവും ഇല്ല. പ്രത്യക്ഷമാണ് അതൊക്കെ നമുക്ക്. അതുകൊണ്ട് എന്തായി, ആ പാദങ്ങളിൽ വീണ, കോഴിക്കാട്ടത്തിൽ വീണങ്ങടെ നമസ്കരിച്ചു. ശിരസ്സിൽ മുഴുവൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെന്താ തലയിലൊക്കെ കോഴിക്കാട്ടുണ്ടല്ലോ എന്നാ പറഞ്ഞു. അതൊക്കെ ഉണ്ടാവും, അമ്മയുടെ പ്രസാദമല്ലേ അത് ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ എന്താ, അമ്മോട് പറഞ്ഞു, അമ്മ എന്നെ കൊടുക്കരുതേ പറഞ്ഞു. വീണ്ടും പ്രദക്ഷിണം വെച്ച് വന്നപ്പോൾ അതേ സ്ഥാനം കണ്ടു. അതാണ് അമ്മ അല്ലേ, മായാരൂപിണിയാണ് അമ്മ. ഇവിടെ പറയണു, മയൂര കുക്കട വൃതേ മഹാശക്തിധരേനഖേ. ഇപ്പോൾ വായിക്കുകയൊക്കെ ആണെങ്കിൽ അവിടെ ഇങ്ങനെ വന്നിരിക്കും. ചിലപ്പോൾ സഹസ്രനാമം കഴിയുന്നവരെ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും. ചില കോഴികൾ മാത്രം സഹസ്രനാമവും വായനയൊക്കെ ഉച്ചയ്ക്ക് ഊണിക്കാൻ നിർത്തി അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞാൽ വീണ്ടും കയറി വരും. ഇങ്ങനെയുള്ള കോഴികളും ഉണ്ട്. ഇവിടെ പറയണു, അതാരാണ് വരുന്നത്, കോഴിക്കാട്ടത്തിൻ്റെ രൂപത്തിലും കോഴിയുടെ രൂപത്തിലും മയിലിൻ്റെ രൂപത്തിലും. എന്താ അവിടത്തേക്ക് ഒരു പ്രഭാവം അറിയോ. മാത്രമല്ല രണ്ടുപേരാണ് അവിടെ നരസിംഹമൂർത്തിയായിട്ട് പള്ളിപ്പുറത്തപ്പനും ഉണ്ട് അവിടെ. രണ്ടുപേരും ഒരുമിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരാണ് ചെന്നത് അവിടെ. ആദ്യം ഞാനാണ് കയറി ചെന്നത്. രണ്ടാമതായിട്ടാണ് എൻ്റെ കൂടെയുള്ള ആൾ കയറി വന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് നിമിത്താണല്ലോ ഇവിടെ കാണുന്നത്. ആദ്യം ഇവിടെ സ്ത്രീക്കാണ് പ്രാധാന്യം, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പുരുഷന് പ്രാധാന്യം ഇവിടെ കാണും. ഇവിടെ അമ്മയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. അതാണ് അമ്മേനെ ആദ്യം കയറി വന്നത്. കഴിഞ്ഞിട്ടേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അത് മാത്രമല്ല, സപ്താഹം കഴിഞ്ഞ് ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് തന്ത്രി തിരുമേനി വരുന്നത്. തന്ത്രി തിരുമേനി ഏതോ ഒരു ഇതിനെയാണ്, തന്ത്രി തിരുമേനിയാണ് അവിടെ പനാവൂര്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മാത്രമല്ല കേട്ടോ വരച്ചേരെ, രണ്ടുപേരുണ്ട് പറഞ്ഞു. ആരാന്ന് വെച്ചു, എൻ്റെ വൈഫും കൂടി ഉണ്ട്, ഒറ്റ ബ്രാഹ്മണനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ പറഞ്ഞു, ഭാഗവതം വായിക്കുന്നവരെ കണ്ടാൽ നമസ്കരിക്കണം, ഭാഗവതം സമർപ്പിച്ചിട്ട് വരുന്നവരെ കണ്ട 2 തവണ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2 തവണ തന്ത്രി തിരുമേനി നമസ്കരിച്ചിട്ടാണ് പോയത്. കാരണം എന്താ, അത്ര പ്രാധാന്യം ആ ക്ഷേത്രത്തിൽ ഇരുന്ന് വായിച്ചപ്പോൾ. അങ്ങനെയാണ് നമുക്ക് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അതെന്ത് വേണം. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹം ആത്മസമർപ്പണം വേണം എന്ന് പറഞ്ഞില്ലേ. സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതാ കോഴിയുടെ രൂപത്തിലും മയൂരത്തിൻ്റെ മയിലിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് അമ്മയെ കാണാൻ സാധിക്കും. ഇവിടെ പറയണു, മയൂര കുക്കു
മുക്കുടവൃതേ മഹാശക്തിധരേനഖേ കൗമാരീരൂപസംസ്ഥാനേ നാരായണീ നമോസ്തുതേ. മയിലിനോടും കോഴിയോടും കൂടിയവളും വലുതായ വേലായുധത്തിനെ ധരിച്ചിരിക്കുന്നതുമായിട്ടുള്ള അമ്മേ, അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു. പിന്നെയോ ശംഖചക്രഗദാശാർംഗ ഗൃഹീതപരമായുധേ പ്രസീത വൈഷ്ണവീ രൂപേ നാരായണീ നമോസ്തുതേ. ഈ ജഗത്തിനെ രക്ഷിക്കുന്നതിന് താല്പര്യത്തോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള ആ ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള അമ്മേ, ശംഖം, ചക്ര, ഗദ, വില്ല് എന്ന് ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ആയുധങ്ങളെ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ആ വിഷ്ണുശക്തി രൂപത്തോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള അമ്മേ, അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഗൃഹീതോഗ്രമഹാചക്രേ ദംഷ്ട്രോദതവ സുന്ദരേ വരാഹരൂപിണീ ശിവേ നാരായണീ നമോസ്തുതേ. ഇവിടെ പറയുന്നു ഉഗ്രമായിട്ടുള്ള മഹത്തായിരിക്കുന്ന ആ ചക്രത്തെ ധരിച്ചിരിക്കുന്നത് ദംഷ്ട്രോദത വസുന്ധരേ. വസുന്ധര എന്ന് പറഞ്ഞാൽ ഭൂമി. ആ ഭൂമിയെ തേറ്റ കൊണ്ട് തെറ്റകൾ കൊണ്ട് ഉയർത്തിപ്പിടിക്കുക ഭൂമിയോട് കൂടിയിട്ടുള്ളവളെ വരാഹരൂപിണിയും ആ വരാഹമൂർത്തിയായിട്ടുള്ള രൂപത്തോട് കൂടിയവളെ അമ്മേ, അമ്മയ്ക്കായി നമസ്കാരം. കാരണം എന്താ, ഉഗ്രമായിട്ടുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന ചക്രത്തെ ധരിച്ചുകൊണ്ട് തൻ്റെ തേറ്റകളെ കൊണ്ട് വരാഹരൂപിണിയായിക്കൊണ്ട് തൻ്റെ തേറ്റകളെ കൊണ്ട് ഉയർത്തിപ്പിടിച്ച് ആ ഭൂമിയോട് കൂടിയുള്ളവളും ഭൂമിയുടെ വരാഹത്തിൻ്റെ ആകൃതിയോട് കൂടിയിട്ടുള്ളവളുമായിട്ടുള്ള ആ അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം. വരാഹം എന്ന് പറഞ്ഞാൽ എന്താ, പന്നി അല്ലേ? അത് എങ്ങനെയാണ്? അത് അമംഗളസ്വരൂപമാണ് പന്നി. ഈശ്വരൻ എന്താണ്? ഈശ്വരൻ ശ്രേഷ്ഠമാണ്. അതാണ് ആ രണ്ട് സ്വരൂപത്തിനെയും അവിടെ കാണിച്ചു തന്നത്. അതുകൊണ്ട് പറയും ആ വരാഹരൂപിണിയായിട്ടുള്ള അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം. നൃസിംഹരൂപേണ ഉഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണസഹിതേ നാരായണീ നമോസ്തുതേ. ഭയങ്കരമായിട്ടുള്ള നൃസിംഹരൂപത്തിൻ്റെ രൂപം അല്ലേ, അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ നൃസിംഹമൂർത്തിയായിട്ട് വന്നില്ലേ? സത്യം വിദാതും നിജമൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ജാത്മന അദൃശ്യത അത്യത്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. മൃഗമല്ല മനുഷ്യനുമല്ലാത്ത രൂപത്തിൽ തൻ്റെ കൊച്ചുണ്ണിയായിട്ടുള്ള ആ പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വന്നില്ലേ? എവിടെയുണ്ടെന്ന് എൻ്റെ നാരായണൻ എന്ന് ചോദിക്കുമ്പോൾ ഹരി സർവത്ര സർവദാ എന്ന് പറഞ്ഞു അല്ലേ? ആ നാരായണ എന്നുള്ള ശബ്ദത്തിന് എവിടെയാണ് നാരായണൻ എന്ന് ചോദിക്കുമ്പോൾ ഈ സ്തംഭത്തിലുണ്ടോ എൻ്റെ നാരായണൻ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ തൂണല്ലേ കാണുള്ളൂ. ഹരി സർവത്ര സർവദാ അല്ലേ? അതുകൊണ്ട് ഇത് അവിടെ പറയുന്നു ഭയാനകമായിട്ടുള്ള രൂപം നൃസിംഹരൂപേണ ഉഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ. ദൈത്യാൻ ഹന്തും അസുരന്മാരെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഹിരണ്യകശിപു എന്നുള്ള അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു രൂപമെടുത്തു. നാരായണമായിട്ടുള്ള അവതാരം, നാരായണ അവതാരം അല്ലേ? ഷഷ്ഠസ്കന്ധത്തിലെ ആ നാരായണ നാമത്തിന് 2 രൂപമാണ് ആ സപ്തമസ്കന്ധത്തിൽ അല്ലേ? ഏതാണ്? ഒന്ന് നാമത്തിൻ്റെ മഹാത്മ്യമായിട്ട് നാരായണ എന്നുള്ളതും അതേപോലെ തന്നെ നാരായണ എന്നുള്ള നാമത്തിനെ കൊണ്ടൊരു അവതാരവും ഇവിടെ പറയണു. നൃസിംഹരൂപമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള രൂപത്തോട് കൂടിയവളും അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് പരിശ്രമിക്കുന്നതുമായിട്ടുള്ള 3 ലോകങ്ങളെയും പരിപാലിക്കുന്നതുമായിട്ടുള്ള അല്ലയോ ദേവി, അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം. കാരണം എന്താ, ആ നൃസിംഹരൂപത്തെ ധരിച്ചതായിട്ടുള്ള ആ അമ്മ എന്തിനു വേണ്ടിയിട്ടാണ്? 3 ലോകങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ രൂപമെടുത്തത്. ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന ആ ചതുർഭദ്രത്തെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു രൂപമെടുത്തു. അതാണ് ആ പരദേവതയ്ക്ക് പറ്റിയിട്ടുള്ള ആ നാരായണി എന്നുള്ള പേരും. നൃസിംഹരൂപേണ നമോസ്തുതേ സ്വാഹ. ഈ ത്രിലോകത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നന്മയുണ്ടാവാൻ വേണ്ടിയിട്ടതാ അമ്മ
ഒരു നൃസിംഹരൂപമെടുത്തു. പിന്നീട് ഇതാ കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ചൈന്ദ്രേ നാരായണീ നമോസ്തുതേ. ഉത്തമമായിട്ടുള്ള കിരീടത്തിനെ ധരിച്ചത് അമ്മയുടെ രൂപം ഇങ്ങനെ പറയുകയാണ്. മഹത്തായിട്ടുള്ള വജ്രായുധത്തിനെ അമ്മ ധരിച്ചിട്ടുണ്ട്. 1000 കണ്ണുകളെ കൊണ്ട് സഹസ്രനയനോജ്വലേ. അമ്മയ്ക്ക് 1000കണക്കിന് കണ്ണുകൾ. ആ കണ്ണുകളെ ശോഭിക്കുന്നവളായിട്ടുള്ള ആ വൃത്രാസുരൻ്റെ പ്രാണത്തിന് ഏതൊരു പുരാണം എടുത്താലും അതിൻ്റെ നടുക്ക് ആ വൃത്രാസുരവധം വരും അല്ലേ? ആ വൃത്രാസുരൻ്റെ കഥ വരും. ഇവിടെ പറയുന്നു ഇന്ദ്രന് ശക്തിയായിട്ടും ഉള്ളതായിട്ടുള്ള ആ വൃത്രാസുരൻ്റെ പ്രാണങ്ങളെ ദഹിപ്പിച്ചതായിട്ടുള്ള അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം. വൃത്രാസുരൻ ആരാണ്? വിശ്വകർമാവിൻ്റെ പുത്രനാണ്. അത്യുത്തമമായിട്ടുള്ള മകുടത്തോട് കൂടിയിട്ടുള്ള മഹത്തായിട്ടുള്ള വജ്രായുധത്തിനെ ധരിച്ചതായിട്ടുള്ള, അല്ലെങ്കിൽ ആ വജ്രമായിട്ടുള്ള രത്നത്തോട് കൂടിയതായിട്ടുള്ള 1000 കണ്ണുകളോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള ആ ശോഭിക്കുന്നതും വൃത്രൻ എന്ന അസുരൻ്റെ ആ പ്രാണങ്ങളെ അപഹരിച്ചതായിട്ടുള്ള ഇന്ദ്രശക്തിയായിട്ടുള്ള അല്ലയോ നാരായണി അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം. 1000 കണ്ണുകളോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഇതുപോലെ ശിവദൂതി സ്വരൂപേണ ഹതദൈത്യമഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണീ നമോസ്തുതേ. ശിവദൂതിയുടെ സ്വരൂപത്തിനെ ധരിച്ചത് എന്ന് പറഞ്ഞാൽ അസുരന്മാരുടെ ആ മഹത്തായിട്ടുള്ള സൈന്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയാനകമായിട്ടുള്ളൊരു രൂപത്തിനെ എടുത്തതും വലിയ ശബ്ദത്തോടു കൂടിയവളുമായിട്ടുള്ള ഘോരരൂപേ, വലിയതായിട്ടുള്ള ശരീരത്തോട് നാദത്തിനെ എടുത്തതായിട്ടുള്ള അമ്മയ്ക്കായിട്ടുള്ള നമസ്കാരം. അമ്മയുടെ രൂപം എങ്ങനെയാണ്? അപ്പോൾ ആ രൂപം എടുത്തപ്പോൾ ദംഷ്ട്ര കരാളവതനേ ശിരോമാല വിഭൂഷണേ ചാമുണ്ടേ മുണ്ടമതനേ നാരായണീ നമോസ്തുതേ. ദംഷ്ട്രകളെ കൊണ്ട് ഭയാനകമായിട്ടുള്ള രൂപത്തോടു കൂടി തലമാലകൾ, കഴുത്തിൽ എന്താണ് ഇട്ടിരിക്കണ ആ തലയോട്ടി മാലകളൊക്കെ ധരിച്ചിട്ടുണ്ട് അമ്മ. മുണ്ടാസുരനെ നിഗ്രഹിച്ചതായിട്ടുള്ള നാരായണ ദംഷ്ട്രകളെ കൊണ്ട് ഭയാനകമായിട്ടുള്ള വദനത്തോട് കൂടിയിട്ടുള്ള തലമാലകൾ അണിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ മുണ്ടാസുരനെ മഥനം ചെയ്തവളായിട്ടുള്ള അല്ലയോ കാളി അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പം അമ്മയുടെ രൂപം എന്താണ്? കാളിയായിട്ടാണ് അമ്മയുടെ രൂപം. ആ ദംഷ്ട്രകളൊക്കെ ഉണ്ട് പുറത്തേക്ക് നീട്ടിയിട്ട് തലമാലകളൊക്കെ കഴുത്തിലങ്ങനെ മാലയായിട്ടങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ദേവന്മാരുടെ വഞ്ചിത അർത്ഥങ്ങളെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു രൂപമെടുത്തു എന്ന് പറയണു. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടിസ്വദേ ധ്രുവേ മഹാരാത്രിയേ മഹാമായേ നാരായണീ നമോസ്തുതേ. ലക്ഷ്മിയായിട്ടും ലജ്ജയായിട്ടും ഉപനിഷത് രൂപിണിയായിട്ടും പുഷ്ടിയായിട്ടും എല്ലാം അമ്മയല്ലേ അമ്മ വരുന്നത്. അതുകൊണ്ടിതാ അമ്മ പ്രസാദിച്ചാലും എന്ന് പറയണു. ബ്രഹ്മപ്രാപ്തി ഹേതുവായിട്ടുള്ള വിദ്യ അല്ലെങ്കിൽ ആ മഹാ അവിദ്യ എന്ന് പറയുന്നതായിട്ടുള്ള ആ മോഹത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ മോഹത്തിനെ അമ്മ ഇല്ലാതെയാക്കി തരണേ, അജ്ഞാനത്തിനെ കളഞ്ഞു തരണേ എന്ന് പറയണു. അതുമാത്രമല്ല അമ്മേ പരമാർത്ഥമായിട്ടുള്ള ആ ദർശനത്തിന് ജ്ഞാനരൂപിണിക്കായിട്ടുള്ള അമ്മ എങ്ങനെയാണ്? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എല്ലാം അമ്മ തന്നെയാണ്. അസ്തിക്യ ബുദ്ധിയായിട്ടുള്ള അമ്മേ അമ്മയ്ക്ക് നമസ്കാരം എന്ന് പറയണു. മഹാവിദ്യ അവിദ്യ എല്ലാറ്റിനെയും മറയ്ക്കുന്നതിന് സാമർഥ്യമുള്ള മഹാമോഹം എന്നും അർത്ഥം പറയാം. മേധേ സരസ്വതി വരേ ഭൂതി ബാബ്രവിതാമസി നിയതേ ത്വം പ്രസീദേശേ നാരായണീ നമോസ്തുതേ. ധാരണാശക്തിയോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള നല്ല ബുദ്ധി തോന്നണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? അമ്മയെ പ്രാർത്ഥിക്കണം. മേധേ ബുദ്ധി തരാൻ. സരസ്വതിയായിട്ട് ആര് വേണം? വാഗ്ദേവതയായിട്ട് അമ്മ വേണം. നാവിൽ നല്ല വാക്കുകൾ
സോ അലം കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. എൻ്റെ നാവിൽ വന്ന് 16 ഗുണങ്ങളും 16 തത്വങ്ങളുമായിട്ട് അമ്മ തന്നെ നാവിൽ വന്നിരിക്കണേ. വാഗ്ദേവതയായിട്ട് ഏതുപോലെ സത്വഗുണപ്രധാനയായിട്ട്, രജോ ഗുണപ്രധാനയായിട്ട് പറയണു, തമോ ഗുണപ്രധാനയായിട്ട് 3 രൂപത്തിലും. രജോ ഗുണമുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പ്രഭാഷണം പറയാൻ പറ്റുള്ളൂ അല്ലേ. സാത്വികമായുള്ള ഭാവമാണ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? രജോ ഗുണം വേണം. അതുകൊണ്ട് പറഞ്ഞു, ബുദ്ധിയായി വാഗ്ദേവതയായി ശ്രേഷ്ഠയായിട്ട് സ്വാത്വിക രാജസ താമസ തമോ ഗുണ ദൈവമായിട്ട് സ്വാമിനിയായിട്ട് അമ്മ തന്നെ പ്രസാദിക്കണം എന്നു പറഞ്ഞു. മാത്രമല്ല, ആ ധാരണാശക്തിയോട് കൂടിയിട്ട് ബുദ്ധിയും വാഗ്ദേവതയും ശ്രേഷ്ഠയും അതേപോലെ വിഷ്ണു ശക്തിയായിട്ടും നിദ്രയായിട്ടും. ഇനി ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിലോ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പം എന്ത് വേണം? യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യൈ. നിദ്രയായിട്ട് ഉറക്കമായിട്ടും അമ്മ തന്നെ വരണേ എന്ന് പറഞ്ഞ് അമ്മയെ നമസ്കരിക്കുന്നതാ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സർവസ്വരൂപേ സർവേശേ സർവശക്തേ സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ഭയങ്ങളിൽ നിന്ന് ഭയേഭ്യസ്ത്രാഹിനോ ദേവി, എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്നും അമ്മ എന്നെ രക്ഷിച്ചാലും ദുർഗേ എന്ന് പറയണം. കാരണം സർവസ്വരൂപിണിയായിട്ട് സകലത്തിൻ്റെയും സ്വാമിനിയായിക്കൊണ്ട് സകല ശക്തികളോടും കൂടിയിട്ട് എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്നും അമ്മ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവഭൂതേഭ്യ കാത്യായനീ നമോസ്തുതേ. ഈ കാണുന്നതായിട്ടുള്ള സൂര്യൻ, ചന്ദ്രൻ, അഗ്നി മുതലായിട്ടുള്ള നേത്രങ്ങളോട് കൂടിയിട്ട് അതിസൗന്ദര്യത്തോട് കൂടിയതായിട്ടുള്ള അവിടുത്തെ മുഖം കണ്ടാൽ തന്നെ ഞങ്ങളെ എന്താണ്? പാതുന സർവഭൂതേഭ്യ, സകല ഭൂതങ്ങളിൽ നിന്നും സകല ഭയത്തിൽ നിന്നും അമ്മേ ഞങ്ങളെ രക്ഷിക്കും. അതുകൊണ്ട് സകല ഭയങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കാർത്യായനി ദേവി അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഏതുപോലെ സർവഭീതിഭ്യ, ആദിഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം 3 തരത്തിലുള്ള ദുഃഖങ്ങൾ. ഒന്ന് ദൈവികമായിട്ട് ഈശ്വരേച്ഛ കൊണ്ട് വരുന്നതായിട്ടുള്ള ദുഃഖങ്ങൾ, രണ്ടാമതായിട്ട് മനസ്സിൻ്റെ ദുഃഖങ്ങൾ, മൂന്നാമതായിട്ട് പ്രകൃതിയിൽ നിന്നുള്ള ദുഃഖങ്ങൾ. ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈതിബാധകൾ, ഓഷധികൾ ഇല്ലാതെയായി തീരുക, അന്നമില്ലാതെ ഭവിക്കുക, അതേപോലെ യാഗഭാഗം ഇല്ലാതെയാവുക, യജ്ഞങ്ങളൊക്കെ ഇല്ലാതിരിക്കുക. അപ്പോൾ കണ്ടില്ലേ, എത്ര കുറച്ച് പേരേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇരിക്കണുള്ളൂ, കസേലയൊക്കെ കാലിയായിട്ട് ഇരിക്കുക അല്ലേ. ഇതിനൊന്നും പ്രാധാന്യം ഇല്ലാതെയായി. അപ്പോൾ ഇവിടെ പറയാണ് അതൊക്കെ ഇല്ലാതെ ഇരിക്കുക, യജ്ഞഭാഗങ്ങൾ ഇല്ലാതിരിക്കുക, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാൻ അമ്മയെ തന്നെ ഞാൻ ആശ്രയിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞു. സർവഭൂതേഭ്യാം ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേൻ ഭദ്രകാളി നമോസ്തുതേ. അല്ലയോ ഭദ്രകാളി, അമ്മയുടെ രൂപം എന്താ? ഭദ്രം കലയാ ഇതി ഭദ്രകാളി, ശ്രേഷ്ഠതയെ തരുന്ന ആളാണ് അമ്മ. ജ്വാലകളെ കൊണ്ട് അതിരൗദ്രമായിട്ട് അശേഷാസുരന്മാരെയും ഹിംസിക്കുന്നതായിട്ടുള്ള അമ്മ, ആ തൃശൂലമായിട്ടുള്ള ആയുധങ്ങളെയൊക്കെ പിടിച്ചിട്ടുള്ളതായിട്ടുള്ള അമ്മ അല്ലയോ ഭദ്രകാളി, അമ്മ ഞങ്ങളെ കൂടെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഏതുപോലെയാണ്? മംഗളയായിട്ടും കാളിയായിട്ടും ഉള്ളതായിട്ടുള്ള ചണ്ഡികയെ ജ്വാലകളെ കൊണ്ട് അത്യുഗ്രമായിട്ട് ആ സുരന്മാരെ നശിപ്പിക്കാൻ വേണ്ടി ദേവന്മാരായിരിക്കുന്ന ഞങ്ങളെ ഭയത്തിൽ നിന്നും അമ്മ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അമ്മ നാദം കൊണ്ട് ഹിനസ്ഥിതൈത്യ തേജാംസി സോനേനാപൂര്യയാ ജഗൻ സാഖണ്ഡാ പാതുനോ ദേവി പാപേഭിനസുധാനിവ. നാദം കൊണ്ട്, അമ്മയുടെ ശബ്ദം കേട്ടാൽ മതി എന്നാ പറയാം. ആ നാദം കൊണ്ട് തന്നെ 3 ലോകത്തിനെയും വിറപ്പിച്ചിരിക്കണു. ആ തേജസ്സുകളെ നശിപ്പിക്കണു അസുരന്മാരുടെ. അമ്മയുടെ കയ്യിലുള്ള മണി എങ്ങനെയാണ്, മാതാവ് എങ്ങനെയാണ് ഒരമ്മ പുത്രന്മാരെ രക്ഷിക്കുന്നത്,
അതുപോലെ ഞങ്ങളിൽ നിന്ന് പാപങ്ങളിൽ നിന്നും അമ്മേ രക്ഷിക്കട്ടെ. അമ്മ കയ്യിൽ മണി പിടിച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ നമ്മുടെ കുട്ടികളായിട്ടുള്ള ആ പുത്രന്മാരെ മുഴുവൻ രക്ഷിക്കട്ടെ. അതുകൊണ്ടിതാ അസുരാസൃഗസ പങ്കജർച്ചിതസ്ഥേ കരോജ്വല ശുഭായ ഗർഗോ ഭവതോ ചണ്ഡികേ ത്വാം നദാവയം. അസുരന്മാരുടെ രക്തവും മേധസ്സും അമ്മയുടെ ശരീരത്തിൽ പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അമ്മയ്ക്കിതാ കയ്യിൽ, അമ്മയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ആ വാള് ഞങ്ങളെ രക്ഷിക്കട്ടെ. ചണ്ഡികെ, അസുരന്മാരുടെ രുധിരവും മേധസ്സും ചെളി കൊണ്ട് അമ്മയുടെ ശരീരം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് അസുരന്മാരെ വധിച്ചതുകൊണ്ട്. ആ കരത്തിലിതാ കയ്യിൽ ഉജ്ജ്വലിക്കുന്നതായിട്ടുള്ള വാളുണ്ട് കയ്യിൽ. അത് ഞങ്ങളെ ഈ ജഗത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് അമ്മ വാള് പിടിച്ചിരിക്കണേ? എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, ശുഭത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ. ഞങ്ങളിതാ അമ്മയെ ഏകമായിട്ട് ശരണം പ്രാപിക്കുന്നു അമ്മേ എന്ന് പറയുന്നു. ഏതുപോലെ രോഗാനശേഷാൻ അപഹംസി തുഷ്ടാരുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാം ആശ്രിതാനാം ന വിപന്നരാണാം ത്വാം ആശ്രിതാം ഹി ആശ്രയതാം പ്രയാന്തീം. അമ്മ സന്തോഷിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറയണു, അമ്മയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സകല ഉപദ്രവങ്ങളും മാറിക്കിട്ടും. രുഷ്ണാതുകാമാനം. അമ്മ കോപിച്ചവളായി കഴിഞ്ഞാൽ എല്ലാ ഇഷ്ടങ്ങളെയും മനോരഥങ്ങളെയും നശിപ്പിക്കുന്നവളായിട്ട് മാറും അമ്മ. മറിച്ച് അമ്മ സന്തോഷിച്ചാലോ, ഇവിടെ പറയണു ത്വാം ആശ്രിതാനാം ന വിപന്നരാണാം. അമ്മയെ ആശ്രയിക്കുന്നവർക്ക് ആ ആശ്രയത്വ ഭാവമുണ്ടായി കഴിഞ്ഞാൽ, അമ്മ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഇതാ എല്ലാ ദുഃഖങ്ങളും, നമുക്ക് ആപത്തുകളും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ കൂടി, അമ്മ സന്തോഷിച്ചാൽ എന്തുണ്ടാവും? മറ്റുള്ളവരും കൂടി നമ്മളെ ആശ്രയിക്കും എന്ന് പറയണു. ഇല്ലെങ്കിൽ എന്താണ്? അമ്മ വിപരീതമായിട്ട് നിന്നാൽ, അമ്മയെ സന്തോഷിപ്പിക്കാഞ്ഞാൽ നമുക്ക്, നമ്മുടെ ബന്ധുക്കൾ കൂടി നമുക്ക് ശത്രുക്കളായിട്ട് മാറും എന്ന് പറയണു. മറിച്ച് അമ്മ സന്തോഷിച്ചാലോ എല്ലാവരും നമുക്ക് അന്യന്മാരാൽ ആശ്രയിക്കപ്പെടുന്നവരായിട്ട് നമുക്ക് മാറും. ഏതൽ കൃതം യൽ കഥനം ത്വയാധ്യ ധർമ്മദ്വിഷാം ദേവി മഹാസുരാണാം രൂപൈരനേകൈർബഹുദാത്മമൂർത്തിം കൃത്വാ അംബികേ തൽ പ്രകരോതി കന്യാം. അല്ലയോ അമ്മേ, അമ്മയെ ആശ്രയിക്കുന്നവർക്ക് ഇതാ അമ്മയെ തന്നെ കൊടുക്കുന്നു. ആ ശുംഭാദികളായിട്ടുള്ള അസുരന്മാരുടെ നാശത്തെ അമ്മ നശിപ്പിച്ചില്ലേ? അതുകൊണ്ടിതാ അമ്മ എങ്ങനെയാണ്? ധർമ്മജിജ്ഞാസ, ധർമ്മത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവളായിട്ടുള്ള അമ്മേ. ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞത് വൈദിക കർമ്മത്തിനെയാണ് പറയുന്നത്. അമ്മതാ എല്ലാ ദുഃഖങ്ങളെയും മാറ്റിത്തന്ന് ഞങ്ങളിതാ അമ്മയെ തന്നെ ആശ്രയിക്കുന്നു. വിദ്യാസു ശാസ്ത്രേഷു വിവേകദേഷു ആദ്യേഷു വാക്യേഷു ചകാത്വധന്യ മമത്വകർത്തേ മഹാ അന്ധകാരേ വിഭ്രാമയത്യേ തദീവ വിശ്വം. ഉപനിഷത്തുക്കളും വേദങ്ങളും ഇന്ദ്രജാല വിദ്യകളും മനുസ്മൃതികളും എല്ലാം ആരെയാണ് ആശ്രയിക്കുന്നത്? അമ്മയെ തന്നെയാണ് എന്ന് പറയണു അല്ലേ? ജാലവിദ്യയൊക്കെ കാണിക്കണമെങ്കിൽ എന്ത് വേണം? അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ അനുഗ്രഹം തന്നെ നമുക്കുണ്ടാവണം. ഇവിടെ പറയണു ഇന്ദ്രജാലാദി വിദ്യകളും വേദങ്ങളിൽ നിന്ന് അന്യമായിട്ടുള്ള വിദ്യകളും എല്ലാം എന്താ അറിയോ? അത് അമ്മ തന്നെയാണ്. അമ്മ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ, മറ്റൊരു വസ്തുവില്ല എന്ന് കാണിക്കുന്നു. രക്ഷാംസി എത്രോ ഉഗ്രവിഷാസ്തനാഗാം യത്രാരയോ ദസ്യുബലാനി യത്ര ധാവാനലോ യത്ര തദാബ്ധിമധ്യേ തത്ര സ്ഥിതാത്വം പരിഭാസി വിശ്വം. അല്ലയോ ദേവി, അമ്മ ഏത് ദിക്കിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഏത് വിശ്വത്തിനെയാണോ രക്ഷിക്കുന്നത് എന്നാണെങ്കിൽ, രാക്ഷസന്മാരും ദൈത്യന്മാരും ഉഗ്രവിഷങ്ങളോട് കൂടിയിട്ടുള്ള ആ തക്ഷകാദി സർപ്പങ്ങളും ശത്രുക്കളും എല്ലാം എവിടെ അറിയോ? അമ്മയിൽ കുടികൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അമ്മയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഭീതികളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ദുഃഖത്തിൽ നിന്നും മോചനം ഉണ്ടാവും. അമ്മയെ സ്മരിച്ചാൽ മതി. സർവവ്യാപിനിയാണ് അമ്മ. അതുകൊണ്ടിതാ അമ്മയെ ആശ്രയിക്കണേ
എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ദേവന്മാരെ. വിശ്വേശ്വരീ ത്വം പരിഭാസി വിശ്വം വിശ്വാത്മികാധാരയസീതി വിശ്വം വിശ്വേശവന്ധ്യാ ഭവതി ഭവന്തി വിശ്വാ ആശ്രയാം വിശേഷവന്ധ്യാ ഭവതി ഭവന്തി വിശ്വേ ആശ്രയാ ഏ ത്വയി ഭക്തി നമ്രാം. വന്ധ്യയാഗ കൊണ്ട് അമ്മയെ ഭക്തിയോട് കൂടിയിട്ട് സ്മരിക്കുക ചെയ്താൽ ഈ വിശ്വത്തിന് ആശ്രയമായിട്ട് അമ്മ ഭവിക്കണു. കാരണം എന്താണ്? ഏതേത് പ്രവൃത്തികൾക്കും ആധാരഭൂതയായിട്ടുള്ള അമ്മ പ്രസാദിച്ചാലും ദേവി പ്രസീത പരിപാലയ നോരിഭീതേ നിത്യം യഥാ സുരവതാതനൈവ സദ്യ പാപാനി സർവജഗതാം പ്രശമം നയാശോ ഉൽപാദപാകജനിതാംശ്ചമഹോപസർഗാൻ. അമ്മ ദേവന്മാരായ ഞങ്ങളോട് ഒന്ന് പ്രസാദിക്കണം. കാരണം എന്താണ്? ശുംഭാദ്യാസുരന്മാരായിട്ടുള്ള അവരെ നിഗ്രഹിച്ചത് കൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് അമ്മയെ തന്നെ ആ ദുർനിമിത്തങ്ങളൊക്കെ മാറിക്കിട്ടി. കാരണം എന്താ? സകല ലോകങ്ങളുടെയും പാപങ്ങളായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളെല്ലാം ഇപ്പം മാറി. കാരണം കൊള്ളിമീൻ വീഴ മുതലായിട്ടുള്ള ദുർനിമിത്തങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അതെല്ലാം ഇപ്പതാ അമ്മയെ ആശ്രയിച്ചത് കൊണ്ട് ആ ദുഃഖത്തിൽ നിന്ന് ഒഴിവായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മേ ആ ഉപദ്രവങ്ങളെയെല്ലാം അമ്മയൊന്ന് മാറ്റിത്തരണേ. പ്രണതാനാം പ്രസീദത്വം ദേവീ വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാമീടേ ലോകാനാം ഭരതാഭവ. ലോകത്തിലുള്ള പീഡകളെ നശിപ്പിക്കുന്നതായിട്ടുള്ള അമ്മ ഭക്തിയോട് കൂടിയിട്ട് നമസ്കരിക്കുന്നതുവരെ കുറിച്ചിട്ട് പ്രസാദിച്ചാലും ആരാണോ ഈ നാവിനെ കൊണ്ട് അമ്മയുടെ നാമം ജപിക്കുന്നത്, നാമപാരായണ പ്രീത നന്ദിവിദ്യ നടേശ്വരി, നാവിനെ കൊണ്ട് ആരാണോ അമ്മയുടെ നാമം ജപിക്കുന്നത്, ആരാണോ അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നത്, ആരാണോ അമ്മയുടെ ആ രൂപത്തിനെ സ്മരിക്കുന്നത്, ആ കാതുകളിൽ അമ്മയുടെ നാമം ആരാണോ കേൾക്കുന്നത്, അവർക്കിതാ എല്ലാ ദുഃഖത്തിനെയും ഇല്ലായ്മ ചെയ്ത് അമ്മേതാ ആ സ്തുതിക്കപ്പെടാൻ യോഗ്യയായ ദേവി ഞങ്ങൾക്കിതാ വരത്തിനെ തരണേ. മാത്രമല്ല ആ സുരഗണങ്ങളെ ദാനം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഞങ്ങൾക്കിതാ ഭക്തന്മാർക്ക് അമ്മ ആ വരദാനം ചെയ്യണം. ഏതുപോലെ സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മൽ വൈരിവിനാശനം. സർവബാധാ പ്രശമനം സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള. കാരണം എന്താ? അസ്മൈ വൈരിവിനാശനം ശത്രുനാശനം. ഈ ശ്ലോകം ദിവസവും ചെല്ലുന്നത് നല്ലതാ. കാരണം ഈ ഒരു 2 വരി മാത്രം സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരീം ഏവമേവ ത്വയാ കാര്യം അസ്മൻ വൈരിവിനാശനം. ഏതാ വൈരം? നമ്മുടെ മനസ്സിലുള്ള ശത്രുക്കൾ തന്നെ അല്ലേ? അല്ലാതെ മറ്റുള്ളവരല്ല നമുക്ക് ശത്രുക്കൾ. നമ്മുടെ ശത്രു ആരാ? നമ്മൾ തന്നെയാണ് നമുക്കുള്ള ശത്രുക്കൾ അല്ലേ? നമ്മുടെ മനസ്സിൽ അനവധി കാര്യങ്ങളുണ്ട്, ഷഡ്വികാരങ്ങൾ അല്ലേ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുക ഞാൻ മുകളിലാണ്, ബാക്കിയുള്ളവരൊക്കെ താഴെയാണ് ഇരിക്കണം തോന്നിക്കഴിഞ്ഞാലോ അപ്പോഴേ പോയി എന്നാണ് പറഞ്ഞത് അമ്മ അല്ലേ? അപ്പോഴേ ഞാൻ നിന്നിൽ നിന്ന് മാറി നിന്നു. എല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആരാണ്? ദേവീ രൂപം തന്നെയാണ്. സാക്ഷാൽ ജഗദംബികയാണ് മുന്നിലിരിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് വേണം എല്ലാവരെയും ആശ്രയിക്കാനും അവരോട് കൂടി ചേരാനും. അല്ലാതെ ഞാൻ മുകളിൽ എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് തന്നെയാണ് വൈരം അല്ലേ? നമ്മുടെ ദുഃഖത്തിന് കാരണം എന്താണ്? മനപ്പരം കാരണമാമനന്തി. നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ് അല്ലേ? പല്ലും നാവും കൂടിയും കൂട്ടിക്കടിച്ചാൽ നാവ് കൂട്ടിക്കടിച്ചു. എന്തുകൊണ്ടാണ്? പല്ലുകൊണ്ട് നാവ് കൂട്ടിക്കടിച്ചാൽ ആരാ കടിച്ചത്? അടുത്തുള്ളവരാണെന്ന് പറയാൻ പറ്റുമോ? ആരാ കടിച്ചത്? നമ്മുടെയാണ് പല്ലും നമ്മുടെയാണ് നാവും. അവനവൻ്റെ പല്ലും അവനവൻ്റെ നാവും. അപ്പോൾ എന്താണ്? ഇത് കൂട്ടിക്കടിച്ചത് കൊണ്ട് നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ആ മനസ്സിലുള്ള ആ വൈരികളെ മുഴുവൻ, ആ ശത്രുക്കളെ മുഴുവൻ അമ്മ ഇല്ലായ്മ ചെയ്തു തരണേ എന്നാണ് പ്രാർത്ഥിക്കണത് അല്ലേ? അത് ശത്രുക്കളെ കളയുന്നത് തന്നെയാണ്. അല്ലാണ്ട് ശത്രുപുഷ്പാഞ്ജലിയൊന്നുമില്ല അല്ലേ? നമ്മുടെ മനസ്സ് തന്നെയാണ് നമുക്ക് ദുഃഖത്തിന് കാരണം അല്ലേ? ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം
അല്ലേ? 3 തരത്തിലുള്ള ദുഃഖം പറഞ്ഞില്ലേ? അതൊക്കെ എന്താണ്? നമുക്ക് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഉരുള് പൊട്ടാനുള്ള കാരണം എന്താണ്? അവിടെ വേണ്ടാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ പണിതപ്പോൾ അതെന്തായി മാറി? ആ പ്രകൃതിയെ ദ്രോഹിച്ചു, അല്ലേ? മല നിൽക്കുമ്പോൾ ആ പർവ്വതത്തിനെ നിലനിർത്തണം. പുഴ ഒഴുകുന്ന സ്ഥലത്ത് പുഴയെ കാണണം, അല്ലേ? ഈ പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളെ മുഴുവൻ എന്തായിട്ട് കാണാൻ പഠിക്കണം? അമ്മയായിട്ട് കാണാൻ പഠിക്കണം, ഈശ്വരനായിട്ട് കാണാൻ പഠിക്കണം. യാതൊന്നു കാൺമതോ നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതോ നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതോ നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ. ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവൻ ആരായിട്ട് കാണാൻ പഠിക്കണം? ഈശ്വരനായിട്ട് കാണാൻ പഠിക്കണം. അപ്പോഴാണ് ഭാഗവതവും നാരായണീയവും അതേപോലെ തന്നെ അമ്മയും പറയണു, മനസ്സിലുള്ള മാലിന്യം മുഴുവൻ സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മൻ വൈരിവിനാശനം. ഇവിടെ പറയണു, അല്ലയോ ദേവി, 3 ലോകങ്ങൾക്കും സകല ദുഃഖത്തിനെയും നശിപ്പിക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ ശത്രുനാശം അമ്മ തന്നെയാകുന്നു. അതുകൊണ്ട് അമ്മയെ തന്നെ ഞാനിതാ ആശ്രയിക്കണു. അമ്മയെ ആശ്രയിച്ചാൽ മതി, എല്ലാ ദുഃഖങ്ങളും മാറും എന്ന് പറയണു. അമ്മ എങ്ങനെ അറിയോ? വൈവസ്വതേ അന്തരേ പ്രാപ്തേ 28 മേ യുഗേ ശുംഭോ നിശുംഭശ്ചൈവാനുൽപൽസ്യേതേ മഹാസുരോ. 28ാമത്തെ യുഗം വരുമ്പോൾ അമ്മദാ ശുംഭനിശുംഭന്മാർ എന്നുള്ള ആ വേറെ 2 മഹാ അസുരന്മാർ ഉത്ഭവിക്കും. അവയെ കൂടിതാ അമ്മ ശുംഭനിശുംഭ 28ാമത്തെ ചതുർയുഗത്തിൽ അമ്മ അവരെ നിഗ്രഹിച്ച് ശുംഭനിശുംഭന്മാരെ കൂടാതെ വേറെ ശുംഭനിശുംഭന്മാർ എന്ന പേരോട് കൂടിയിട്ട് മഹാസുരന്മാർ ഉത്ഭവിക്കും എന്ന് പറഞ്ഞു. നന്ദഗോപഗൃഹേ ജാതാം യശോദാ ഗർഭസംഭവാം തതസ്ഥോ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി. അപ്പോൾ ഞാൻ ആരുടെ ഗൃഹത്തിൽ വരും? നന്ദഗോപഗൃഹേ ജാതാം. ആ നന്ദഗോപൻ്റെ ഗൃഹത്തിൽ, അല്ലേ? ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ എന്താ പറഞ്ഞത് അമ്മയോട്? ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോപിരലങ്കൃതം. അമ്മ വേഗം പൊക്കോളും. എന്നിട്ട് ആ നന്ദഗോപൻ്റെ ഗൃഹത്തിൽ യശോദയുടെ ഉദരത്തിൽ പോയിട്ട് അവതരിച്ചോളൂ, ഞാൻ വേഗം വരാട്ടോ എന്ന് പറഞ്ഞു. ആ 7ാമത്തെ ഗർഭം, ദേവകിയുടെ ഗർഭം ആ രോഹിണി ഗർഭത്തിലേക്കാക്കി. അതാണ് ഇത്ര പിന്നീട് ബലരാമസ്വാമിയായിട്ട് അവതരിച്ചത്. ഭഗവാൻ ആ വസുദേവരുടെയും ദേവകിയുടെ ഉദരത്തിൽ വന്നു. മന ആനകദുന്ദുബേ, ആ വസുദേവരുടെ മനസ്സിലങ്ങടെ അവതരിച്ചു എന്ന് പറഞ്ഞു. അമ്മോട് പറഞ്ഞു വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞു. വേഗം തന്നെ അവതരിച്ചു എന്ന് മാത്രമല്ല, ആ വസുദേവരോട് പറഞ്ഞു തന്നെ ആ ചങ്ങലക്കെട്ടുകൾ താനേ തുറന്നു. ആ തുറന്നുകൊണ്ട് കൊണ്ടുപൊക്കോളൂ. അനന്തൻ കുട ചൂടി പിടിച്ചുകൊണ്ട് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, കൊട്ടയിലൊക്കെ നമ്മളിങ്ങനെ കാണും, അല്ലേ? ഭാഗവതം ചോദിക്കുകയാണ്, കൊട്ടയിലൊക്കെ പിടിക്കാൻ പറ്റിയതാണോ ഈ ബ്രഹ്മത്തിനെ? അല്ലേ? ആ ശീലാത്ത് നിൽക്കുന്നതായുള്ള ഉണ്ണിയെ കൊട്ടയിലൊക്കെ പിടിക്കാൻ പറ്റിയോ? തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വസുദേവരങ്ങനെ കൊണ്ടുപോകണു. ആ യശോദയുടെ തൽപ്പത്തിൽ അങ്ങോട്ട് കിടത്തി. അവിടെ ചെന്നപ്പോഴും യശോദാദേവി അറിഞ്ഞതേ ഇല്ല അത്രേ, പ്രസവിച്ചതൊന്നും, അല്ലേ? ചെൽപ്പിള്ള തന്മൃതോ പാദമൂലം ദേവി തപ്പി നോക്കിയിടിനാൽ മെല്ലെ മെല്ലെ. ആ ഉണ്ണിയെ ഒന്ന് തൊട്ട് നോക്കി ഇത്രേ. തൻ്റെ അരികത്ത് കിടക്കണത് ആരാണെന്ന് നോക്കി. വേഗം തന്നെ തിരിച്ചെഴുന്നള്ളത്ത് ആ ജഗദംബികയെ, ആ പരാശക്തിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നതാം. ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. ആ ദേവകിയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. കരാഗ്രഹം താനെ അടങ്ങി. ഇവിടെ പറയണു, നന്ദഗോപഗൃഹേ ജാതാം യശോദാ ഗർഭസംഭവ. ആ നന്ദഗോപരുടെ ഗൃഹത്തിലെ യശോദയുടെ പുത്രിയായിട്ട് വിന്ധ്യാദ്രിയിൽ
അവതരിച്ചുകൊണ്ട് ഇതാ എന്തിനു വേണ്ടിയിട്ടാണ്? അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മയുടെ അവതരണം. ഏതുപോലെ അവിടെ വേറെ ശ്ലോകം കൂടിയും പറഞ്ഞ നന്ദാ ഭഗവതീ നാമ യാ ഭവിഷ്യതി നന്ദജ കനകോത്തമകാന്തി സാ സുകാന്തി കനകാംബരാം കമലാങ്കുശപാശാബ്ജൈ അലങ്കൃത ചതുർഭുജ ഇന്ദിരാ കമലാലക്ഷ്മി ശ്രീരുക്മാംബുജാസനം എന്ന് രഹസ്യോക്തിയായിട്ട് പറയുന്നുണ്ട് ഇത്ര അമ്മയുടെ രൂപത്തിന്. ആ നന്ദഗോപനായിട്ടുള്ള ആ ഭഗവതീ നാമ ഇതൊരു ഭംഗിയത്ര അമ്മയെ കാണാൻ. അല്ല സുന്ദരി കുട്ടി, കനകോത്തമാകാന്തി, കനകമായിട്ടുള്ള രത്നത്തിൻ്റെ കാന്തിയോട് കൂടിയിട്ട് കമല അങ്കുശം പാശു, താമര കയ്യിൽ പിടിച്ചിട്ടുണ്ട്, അങ്കുശമുണ്ട് കയ്യിൽ, കയറുണ്ട് കയ്യിൽ, അത് 4 കൈകളിലെന്താ വിവിധങ്ങളായിട്ടുള്ള ആയുധങ്ങൾ ധരിച്ചിട്ടുള്ളതായിട്ടുള്ള സുന്ദരി കുട്ടിയായിട്ട് ഇതാ അമ്മ ആ ദേവിയെ എന്താ പറയണം, അതിഭയങ്കരമായിട്ടുള്ള രൂപത്തോട് കൂടിയിട്ട് അമ്മദാ അവതരിച്ചു. അസുരന്മാരെയും കൊല്ലുന്നുണ്ട് എന്ന് പറയണു. ഉഗ്രന്മാരായിട്ടുള്ള ആ അസുരന്മാരെ കൊല്ലാൻ വേണ്ടി ഭക്ഷയന്ത്യാസ്താനുഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ രക്തദാദന്താ ഭവിഷ്യന്തി ദാഡിമീ കുസുമോപമാ. ആ എൻ്റെ പല്ലുകളെ എന്തിനു വേണ്ടിയിട്ടറിയോ? ആ മഹാസുരന്മാരായിരിക്കുന്ന ആ വിപ്രചിത്തിയുടെ പുത്രന്മാരായിരിക്കുന്ന അവരേതാ എൻ്റെ പല്ലുകൾ കൊണ്ട് രക്തവർണ്ണങ്ങളോട് കൂടിയിട്ട് മാതളപ്പൂക്കളോട് കൂടിയിട്ട് തുല്യമായിരിക്കും അവരെ ഞാനിതാ വധിക്കും. തതോമാം ദേവതാ സ്വർഗേ മർത്യലോകേ ച മാനവാം സുമന്തോ വ്യാഹരിഷ്യന്തി സതതം രക്തദന്തികാം. വിപ്രചിത്തിയുടെ പുത്രന്മാരായിട്ടുള്ള ആ അസുരന്മാരെ ഭക്ഷിക്കുന്നതിന് നിമിത്തം ഉണ്ടായിട്ടുള്ള ആ ചുവന്ന നിറത്തിലുള്ള ദന്തങ്ങളോട് കൂടിയിട്ടുള്ള അമ്മേ ഞാനിതാ വിളിക്കുന്നു. അപ്പം അമ്മയുടെ പേരെന്താ? ചുവന്ന നിറത്തിലുള്ള രക്തത്തോട് കൂടിയിട്ടുള്ള ദന്തങ്ങൾ കണ്ടപ്പോൾ രക്തദന്തിക എന്നു പറഞ്ഞു. അങ്ങനെ പിന്നെയും 100 വർഷം അമ്മ ഭൂയശ്ച ശതവാർഷിക്യാം അനാവൃഷ്ട്യാമനംഭസേ മുനിഭി സംസൃതാ ഭൂമോ സംഭവിഷ്യാമ്യയോനിജ. അമ്മ അയോനിജയായിട്ട് ജനിക്കും. എപ്പോഴാണ് ജനിക്കുന്നത്? പിന്നെയും 100 വർഷം മഴ പെയ്യാതിരിക്കുമ്പോൾ ദേവന്മാരിതാ മഴ പെയ്യാതെ കണ്ട് നദീതടാകങ്ങളിലൊക്കെ ജലം അങ്ങനെ ശൂന്യമായിട്ടങ്ങനെ കിടക്കണ സമയത്ത് ആ മുനീശ്വരന്മാർ സ്തുതിച്ചപ്പോൾ ഞാനിതാ അയോനിജയായിട്ട് ശതാക്ഷിയായിട്ട് എൻ്റെ ആയിരക്കണക്കിന് കണ്ണിൽ നിന്നതാ ആ മഴയായിട്ട് അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ മഴയായിട്ട് ഞാനിതാ അയോനിജയായിട്ട് ഞാനിതാ വെള്ളമില്ലാത്തവർക്കും വെള്ളമൊക്കെ കൊടുത്തുകൊണ്ട് കൃഷി മുതലായുള്ള കാര്യങ്ങൾക്കൊക്കെ ജലത്തിനെ കൊടുത്തുകൊണ്ട് ഞാൻ ജനിക്കും. തദശതേന നേത്രാണാം നിരീക്ഷിഷ്യാമി യന്മുനിൻ കീർത്തയിഷ്യന്തി മനുജാ ശതാക്ഷീം ഇതി മാം തഥ. അപ്പം എന്നെ വിളിക്കുന്ന പേരെന്താ അറിയോ? നേരത്തെ വിളിച്ചു രക്തദന്താന്ന് വിളിച്ചു. ഇപ്പം എൻ്റെ പേരെന്താ അറിയോ? ശതാക്ഷീം. എൻ്റെ പേരാണ് ശതാക്ഷി എന്ന് എന്നെ വിളിക്കും. ഞാൻ 100 കണ്ണുകളെ കൊണ്ട് ആ മുനീശ്വരന്മാരെയൊക്കെ കടാക്ഷിക്കും. എന്നെ എല്ലാവരും മനുഷ്യന്മാരൊക്കെ എന്ന് ശതാക്ഷിയായിട്ട് അമ്മയെന്ന് വിളിക്കും. ശതാക്ഷിയായി അമ്മേ എന്നെയും കൂടി അനുഗ്രഹിക്കണേ. ശതാക്ഷി, ശാകംബരി, ദുർഗ ഇതൊക്കെ അമ്മയുടെ സ്ഥാനങ്ങളാണ്. കൃഷ്ണ, വേണി, തുംഗഭദ്ര ഈ നദികളുടെയൊക്കെ മധ്യഭാഗത്താണ് ആ പർവ്വതത്തിൻ്റെ അല്പം കിഴക്കായിട്ടാണ് ഈ നദി ഉള്ളത് എന്ന് പറയണു. അങ്ങനെ എല്ലാവരും എന്നെ ശതാക്ഷി എന്ന് വിളിക്കും. അതുമാത്രമല്ല തദോഹമഖിലം ലോകം ആത്മദേഹമസുൽഭവേയം വരിഷ്യാമി സുരാശാകേ ആവൃഷ്ടേ പ്രാണധാരകേയം. എൻ്റെ ദേവന്മാരെ, ഞാൻ എൻ്റെ ദേഹത്തിൽ നിന്നുണ്ടായവയും പ്രാണനെ രക്ഷിക്കുന്നതായിട്ടുള്ള ചീര മുതലായിട്ടുള്ള അനേകം സസ്യങ്ങളിതാ ഈ മഴ പെയ്യുന്നത് വരെ എല്ലാ ഔഷധികളെയും ഈ പ്രകൃതിയെയും ഞാനിതാ രക്ഷിക്കുന്നുണ്ട് എന്നതാ അമ്മ പറഞ്ഞു. അതുമാത്രമല്ല അതിനുശേഷം ശാകംഭരീതി വിഖ്യാതിയും തഥായാസ്യാമ്യകംഭുവി തത്രൈവ ച വദിഷ്യാമി ദുർഗമാക്യം മഹാസുരം. ആ ദുർഗമൻ എന്നുള്ള ആ ഭൂമിയിലെ ശാകംഭരി എന്ന് പ്രസിദ്ധയായിട്ട് തീരും. കാരണം എന്താണ്? ദുർഗമൻ എന്ന മഹാസുരനെ ഞാൻ വധിച്ചു.
ആ ദുർഗമാസുരനെ വധിച്ചത് കൊണ്ട് തന്നെ എൻ്റെ പേരെന്താ അറിയോ? ദുർഗ എന്നും കൂടി എനിക്ക് പേരുണ്ട്, ദുർഗമാസുരനെ വധിച്ചത് കൊണ്ട്. അതുകൊണ്ട് ദാ പുനഃസ്നാഹം യഥാ ഭീമം രൂപം കൃത്വാ ഹിമാചലേ. ആ ഹിമാചലത്തിൽ ഇതാ എൻ്റെ രൂപം അങ്ങനെ വലുതായിട്ടങ്ങനെ കാണിക്കുന്നു. മാത്രമല്ല ഹിമവാന്റെ പർവ്വതത്തിൽ ഭയങ്കര ഭയാനകമായ രൂപത്തിനെ എടുത്തിട്ട് ആ മുനികളുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ഞാനിതാ അവതരിക്കും. അന്ന് എൻ്റെ പേരാണ് ഭീമാദേവി എന്ന് എൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല ഇവിടെ അരുണനെ നദാഹം ഭ്രാമരം രൂപം കൃത്വാ സംഖ്യേയ ഷഡ്പദം ത്രൈലോക്യസ്യ ഹിതാർത്ഥായ വദിഷ്യാമി മഹാസുരം. അരുണൻ എന്ന മഹാസുരനെ ആ ത്രൈലോക്യത്തിൽ വലുതായിട്ടുള്ള പീഡകളൊക്കെ ചെയ്തപ്പോൾ അരുണനെ വധിക്കാൻ ആർക്കും സാധിച്ചില്ല. അപ്പോഴാണ്, കാരണം എന്താ, അരുണൻ എന്ന അസുരൻ എന്നും ഗായത്രി ജപിക്കും. ആ സമയത്താണ് അരുണനേതാ ബൃഹസ്പതി ചെന്നിട്ട് അന്വേഷിച്ചപ്പോൾ കണ്ടു. അപ്പോഴാണ് അമ്മ പറഞ്ഞു, ഞാനിതാ ഭ്രാമരിയായിട്ട് വരാം. കാരണം എന്താ, ആ മന്ത്രം മുടങ്ങി. മന്ത്രം ചൊല്ലുമ്പോൾ എന്ത് വേണം? അതിന് നൈരന്തര്യം വേണം. നൈരന്തര്യം ഇല്ലെങ്കിലോ അതിന് ആസുരീകമായിട്ടുള്ള ഭാവം വരും. ആസുരിക ഭാവം വന്നപ്പോൾ എന്തുണ്ടായി? അമ്മ ഒരു വണ്ടിൻ്റെ രൂപത്തിൽ ഇതാ ഭ്രാമരിയായിട്ട് 8 കാലുകളോട് കൂടിയിട്ട് തദിഷ്യാമി തദാഹം ഭ്രാമരം രൂപം. ഇവിടെ പറയണു അമ്മ ഒരു ഭ്രാമരീ രൂപമെടുത്തു. അതാണ് ദേവീ ഭാഗവതത്തിലെ ഭ്രാമരീ ചരിതം. അരുണനെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞു. ഈ എല്ലാ ഇങ്ങനെ ഭരണവന്മാരിൽ ഏറ്റവും ഉപദ്രവമുള്ള, എപ്പോഴൊക്കെ നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അപ്പോഴൊക്കെ ശത്രുക്കളുടെ നാശത്തിനെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്തുതി ആ ദേവന്മാർ അവസാനിപ്പിച്ചത്. നമുക്കും എന്തു വേണം? അമ്മയെ തന്നെ നമുക്ക് ഭജിക്കാൻ സാധിക്കണം. ഏതേത് ആഗ്രഹങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിലും അതേപോലെ ശക്തിയായിട്ടും നിദ്രയായിട്ടും വിശപ്പായിട്ടും ഏത് തരത്തിലാണെങ്കിലും ബുദ്ധിയായിട്ടും അൽഷിമേഴ്സൊക്കെ വരാതിരിക്കണം എന്നുണ്ടെങ്കിലും ഓർമ്മശക്തി തരാനും ബുദ്ധിയുടെ രൂപത്തിലും ആ സാക്ഷാൽ ജഗദംബികയെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ദേവീ മഹാത്മ്യത്തിൽ 11-ാമത്തെ അധ്യായം പറഞ്ഞ് സമർപ്പിച്ചത്. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മഹാഭാഗവത സത്രത്തിൽ ഇങ്ങനെയൊരു അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോടും ഇവിടെ സശ്രദ്ധയോടും കേട്ടിരുന്ന സജ്ജനങ്ങളോടും എല്ലാവരോടും വിനീതമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇതുവരെ ദേവി മഹാത്മ്യം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിച്ച ശ്രീമതി രജനി ഉണ്ണികൃഷ്ണ വാര്യർ കോട്ടയ്ക്കൽ അവർക്ക് സത്രസമിതിയുടെയും ഭക്തജനങ്ങളുടെയും അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ദക്ഷിണ സമർപ്പിക്കുന്നതിനായിട്ട് സത്രസമിതി അംഗം ശ്രീമതി രമാദേവി അവരുടെ സാദരം ക്ഷണിക്കുന്നു. നാളെ രാവിലെ 5:15 ശ്രീമദ് ഭാഗവത മൂല പാരായണത്തോടുകൂടി ആരംഭിക്കും. നാളെ ഇളംകുന്നപ്പുഴ ദാമോദര ശർമ്മ, വെള്ളിനേഴി ഹരികൃഷ്ണൻ, വാച്ചവാദ്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി പയ്യന്നൂർ, ശ്രീ കൂനമ്പള്ളി ശ്രീറാം നമ്പൂതിരി, സ്വാമി അശേഷാനന്ദ ചിന്മയാമിഷൻ പാലക്കാട്, ഡോക്ടർ ആർ വേണുഗോപാൽ കടുത്തുരുത്തി, പ്രൊഫസർ ഇന്ദുലേഖ നായർ തലയോലപ്പറമ്പ് എന്നിവരുടെ പ്രഭാഷണങ്ങൾ നാളെ ഉണ്ടായിരിക്കും. എല്ലാവരും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാകണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഭക്ഷണമുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ.